കൃപ തന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്തസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്ര സ്തുതിനാദത്തോടെ നമുക്ക് കർത്താവിനെ വാഴ്ത്തുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നീതിമാനായ ഞങ്ങളുടെ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കരുണയോടെ നോക്കി ആമേൻ അവിടുത്തെ വിശ്വസ്തയോടെ ഞങ്ങളെ പരിപാലിച്ച് കർത്താവെ, ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ദാസനോടും കുടുംബത്തോടും ഒരുമിച്ച് കർത്താവെ ഈ ആത്മീയ ആരാധനയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാൻ, ഒരുമിച്ച് ഞങ്ങൾക്ക് സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയ ദൈവകൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവെ, ഞങ്ങൾക്ക് ആരാധിപ്പാൻ കൃപ നൽകി തരണമേ. അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ബലത്തോടെ ഒരുക്കിക്കൊള്ളണമേ. ദൈവിക അഭിഷേകത്താൽ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കാൻ കൃപ നൽകണമേ. കർത്താവെ, ഈ ഹോളിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കടന്നു വരുന്ന വിശുദ്ധന്മാരായ ദൈവജനത്തെ ഏൽപ്പിക്കുന്ന കർത്താവെ, വഴിയാത്രയിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് എല്ലാവരെയും കൊണ്ടെത്തിക്കുവാൻ കൃപ നൽകി തരണമേ. കർത്താവെ, കടന്നു വരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മാവിലും സത്യത്തിലും ഞങ്ങൾക്ക് നിന്നെ ആരാധിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവെ, തിരുനാമയുടെ മഹത്വം എടുക്കട്ടെ. കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ ദാസനെ, ഞങ്ങളുടെ ദാസിയെ ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ആമേൻ, ഹല്ലേലൂയ. കർത്താവെ, ധൈര്യത്തോടും ബലത്തോടും അഭിഷേകത്തോടും ദൈവകൃപയോടും അങ്ങനെ ദാസനെ നിലനിർത്തിയിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ആത്മീയമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ, ഭൗതിക ജീവിതത്തെ ക്രിസ്തുവിൽ ഉറപ്പിക്കേണ്ടതിന്, ഞങ്ങളുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, അതുവഴി സമൂഹത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹമായി നിലനിൽക്കേണ്ടതിന്, നല്ല മാതൃകകളായി ദേശത്ത് നിലനിൽക്കേണ്ടതിന്, കർത്താവെ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ അധികമായി ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തപ്പെടുവാൻ ഞങ്ങളുടെ ദാസൻ്റെ ബൈബിൾ ക്ലാസ്സിലൂടെ, കർത്താവെ, ഈ സെമിനാറിലൂടെ ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ ദാസനെ ഹല്ലേലൂയ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ദാസിയെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കുടുംബമായി അനുഗ്രഹിക്കണം. യാത്രകളൊക്കെ ചെയ്താണ് ഞങ്ങളുടെ ദാസൻ കടന്നു വന്നിരിക്കുന്നത്. എല്ലാ ആമേൻ ക്ഷീണങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോർ ടീമിനോട് കൂടെ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കർത്താവെ, പ്രിയ സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തോടെ ആയിരുന്നു കർത്താവ് കൃപ ചെയ്താട്ട്. പ്രാർത്ഥനയും യാചനയും കേട്ട കൃപയ്ക്ക് സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധവും ധന്യവും വാഴ്ത്തപ്പെട്ടതും അത്ഭുതകരവുമായ നാമത്തിൽ തന്നെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്ന് അല്പസമയം നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനുള്ള സമയമാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. Our lives, hallelujah. Adarangale tornukondu, hallelujah. Can we just thank him once again for his faithfulness, his goodness in our lives, hallelujah. As the deer pants for the water, hallelujah, that's how much we long to come into your presence, hallelujah. Yes, Lord, that's how much we want to be in your presence even right now, Lord, hallelujah. We welcome your presence. Can we just welcome the presence of God here, hallelujah, as we sing, hallelujah, to you, as we praise you, hallelujah. Lord, we welcome you here in this place, hallelujah. Yes, Lord, can we open our mouths and just welcome the presence of God? Let's just thank him, praise him, hallelujah. Thank you, Lord, thank you, Lord, thank you, Lord, hallelujah. Probably we are here today even as our families, hallelujah, along with our spouses and maybe even our children, hallelujah, hallelujah. Let's just thank God, hallelujah, for God's faithfulness in our marriages, hallelujah, for how God has led us, hallelujah, all these years so faithfully, so wonderfully, hallelujah, for the offsprings, for the children that our God has given us, hallelujah. Can we thank him, hallelujah, for all that he has done in our lives, hallelujah, in the valleys, on top of the mountains, hallelujah. He was always there for us, hallelujah, hallelujah. Let's thank him for all of his faithfulness, hallelujah. Thank you, Lord, thank you, Lord, thank you, Jesus. We worship you, Jesus, hallelujah, hallelujah. We're just going to sing a few songs and hallelujah, we're just going to praise our God together, hallelujah. We thank you, Lord. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ.
ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിക്കാൻ. Thank you for your love, Lord. ശ്രേഷ്ഠമായതെല്ലാം തന്നീടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻമുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നീടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻമുൻപിൽ. ഭാവിയെ കരുതുവാനായി ഓ ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഓ ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻമുൻപിൽ. ഓ ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻമുൻപിൽ. എന്നെ ധന്യനായി തീർക്കുവാൻ ഓ ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഓ ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ ഓ എന്തുള്ളൂ യോഗ്യത നിൻമുൻപിൽ. ഓ ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻമുൻപിൽ. വർണ്ണിച്ചിടാൻ ഓ വർണ്ണിച്ചിടാൻ വാക്കു പോരായേ. വർണ്ണിച്ചിടാൻ നാവ് പോരായേ. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ. വർണ്ണിച്ചിടാൻ നാവ് പോരായേ. ആഴമാർന്ന സ്നേഹമേ, ആഴമാർന്ന സ്നേഹമേ, യേശു നൽകി നടത്തിയിടും. ഓ അളവില്ലാദാനത്തെ നാഥൻ നൽകി മാനിക്കും. ഓ വർണ്ണിച്ചിടാൻ വർണ്ണിച്ചിടാൻ വാക്കു പോരായേ. വർണ്ണിച്ചിടാൻ നാവ് പോരായേ. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ. വർണ്ണിച്ചിടാൻ നാവ് പോരായേ. യേശു എന്നിൽ വന്നതിനാൽ യേശു എന്നിൽ വന്നതിനാൽ ഭയമില്ല എനിക്ക് തെല്ലും. ഭയമില്ല എനിക്കു തെല്ലും. അഭിഷേകം തന്നതിനാൽ അഭിഷേകം തന്നതിനാൽ ജയത്തോടെ നടന്നിടുമേ. ഒരിക്കൽ കൂടി യേശു എന്നിൽ വന്നതിനാൽ യേശു എന്നിൽ വന്നതിനാൽ. We have no fear, Lord. ഭയമില്ല എനിക്കു. Thank you,
Lord for that anointing. അഭിഷേകം തന്നതിനാ ജയത്തോടെ നടന്നിടുവേ, ജയത്തോടെ നടന്നിടുവേ. വർണ്ണിച്ചിടാം, ഓ വർണ്ണിച്ചിടാം, വാക്കുപോരായം വർണ്ണിച്ചിടാൻ നാം പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാം പോരായേ, വർണ്ണിച്ചിടാൻ, ഓ വർണ്ണിച്ചിടാൻ, ഓ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാം പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാം പോരായേ. ആരാധന, ഓ ആരാധന, 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 ഓ ആരാധന, ഓ ആരാധന, ആരാധന, ആരാധന യേശുവിനാ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആരുമേ. No one else can love like you, Lord. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആരുമേ. സ്നേഹമേ, സ്നേഹമേ, പ്രേമമേ, അങ്ങേ ഓ സ്നേഹമേ, പ്രേമമേ, ഓ അങ്ങേ ആരാധന, ആരാധന. Yes, we love you, Lord. Hallelujah. We thank you, Lord, for all that you have done, Lord, for your love, for your grace, for your mercy, for your faithfulness. We thank you, Lord. Oh, ആരാധന, 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 ആരാധന. Oh, I worship you, Lord. ആരാധന, oh, ആരാധന, ആരാധന, oh, ആരാധന, oh, ആരാധന, ആരാധന, Jesus. Amen. Hallelujah. Hallelujah. There is nobody like our God. Hallelujah. അവനെ പോലെ സ്നേഹിക്കുവാൻ, നമ്മളെ കരുതുവാൻ, നമ്മളെ പാലിക്കുവാൻ. There is no one like him. Hallelujah. Can we raise up our praises to him? Hallelujah. Can we raise up a shout of praise to that God? Hallelujah. He's the wonderful counselor. Hallelujah. He's the mighty God. He's the Prince of Peace. He's the everlasting Father. Hallelujah. There is nobody like him. Hallelujah. Oh, hallelujah. Oh, give thanks to the Lord, for he is good, for his mercy endures forever. Hallelujah. He's a good God. നമ്മുടെ ദൈവം നല്ലൊരു ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും ഹല്ലേലൂയ, എൻ്റെ യേശു നല്ലവനാണ്. ഹല്ലേലൂയ. എൻ്റെ യേശു ഒരു നല്ല ദൈവമാണ്. ഹല്ലേലൂയ. Let's sing the praises of our God together. Hallelujah. Oh, we praise you, Jesus. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ
എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ. അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ. അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചീട്ട് നിന്നും കയറ്റി. ഓ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചീട്ട് നിന്നും കയറ്റി. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. എന്റെ കാലുകളെ എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതി തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതി. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഓ എന്റെ കർത്താവേ ഓ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഓ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. യാക്കോബിൻ ദൈവമെന്നും നാമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓ യാക്കോബിൻ ദൈവമെന്നും നാമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസം കൃപ നൽകി നമ്മെ ഇമ്മാനുവേലെന്ന നടത്തി. ഓരോ ദിവസം കൃപ നൽകി നമ്മെ ഇമ്മാനുവേലെന്ന നടത്തി. ഓ ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കി. ആഴിയിൽ നാം കടന്നു പോയിടിലും ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ഓ ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ വെല്ലും യേശാദിമാനുവേൽ നടത്തി.
hallelujah. Can we just worship the Lord in the Spirit? Hallelujah. അന്യഭാഷകളിൽ കുറച്ചു നേരം hallelujah ആത്മാവിൽ നിന്ന് ആരാധിക്കാം. Jesus, hallelujah. Oh yes Lord, hallelujah. Oh thank you Jesus, hallelujah. Oh hallelujah, hallelujah, hallelujah. Oh we thank you Jesus, we love you Jesus, hallelujah. Oh we thank you Lord, hallelujah. We praise you Jesus. As we even continue to be in that attitude of worship, hallelujah, can we even just ask God, hallelujah, Lord, hallelujah, just hallelujah, through this session, hallelujah, through these couple of days, hallelujah, I just want to be, hallelujah, more like Jesus, hallelujah, my character, my nature, hallelujah, hallelujah, my behavior, hallelujah, my character needs to change, hallelujah, over these 2 days, hallelujah, something needs to happen within me, hallelujah. Yes Lord, hallelujah, we just want to look, hallelujah, towards Jesus, hallelujah, we just want to look towards, hallelujah, that face of Jesus, hallelujah, there is no one else, hallelujah, who's like him, who can be compared with him, hallelujah. Oh hallelujah, can we desire that, Lord, hallelujah, hallelujah, I just want to be more and more like Jesus, hallelujah, my nature, hallelujah. Oh hallelujah. യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾ എത്ര സുന്ദരം. യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾ എത്ര സുന്ദരം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം
we sang, Lord, we desire to be more like you, Lord. Hallelujah. അങ്ങയുടെ സ്നേഹം കർത്താവേ ഞങ്ങളിൽ നിന്ന് വർദ്ധിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ചെയ്ത പോലെ കർത്താവേ, ഹല്ലേലൂയ, ജനത്തോട് മനസ്സലിവ് തോന്നി ഹല്ലേലൂയ കാരുണ്യം ചെയ്തതുപോലെ കർത്താവേ. യെസ് ലോർഡ്, give us also that compassionate heart, Lord. Hallelujah. As we, hallelujah, live in this world, O Lord Jesus, hallelujah, help us to have a humble heart, hallelujah, hallelujah, to be willing, hallelujah, to count, hallelujah, others greater than ourselves, hallelujah. Give us that heart, hallelujah, even, hallelujah, as we spend this time, Lord, over these 2 days, O Lord, we pray, O God, that you would speak to us, Lord, even from your word, O Lord Jesus. Lord, hallelujah, empower your servant who's in our midst today, Lord Jesus, hallelujah. We pray, God, your anointing, hallelujah, to rest upon him, hallelujah, in a powerful way, Lord Jesus, hallelujah. Let our hearts be open, O Lord, hallelujah. Let all of our hearts be open as a good soil, hallelujah, to receive, hallelujah, what we hear today, hallelujah, and not just listen and leave out of this place, hallelujah, but rather, Lord, help us to put those things, Lord, into practice in our lives, Lord Jesus, hallelujah. Let these 2 days be a blessed time, Lord. We thank you for your presence in this place, O God. We pray that you would continue to dwell, hallelujah, here, Lord, hallelujah, in this sanctuary, in this place, O God. We welcome you. Thank you, Lord, for all that you're doing in our midst. In Jesus' name we thank you, we pray. Amen, amen, amen. Please be seated. വർക്കുമായി ദൈവസഭ ക്രമീകരിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ സെക്ഷൻ 2 ദിവസം, ഇന്നും നാളെയുമായി നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഒരിക്കൽ കൂടെ ദൈവസഭയ്ക്ക് വേണ്ടി വന്ദനം ചൊല്ലുന്നു, സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹം, ഈ മീറ്റിങ്ങിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പൊക്കെ ദൈവത്തിൻ്റെ ആത്മാവാണ് നയിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ അതിന് മുഖാന്തരമായി നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ശാരീരികമായ ക്ഷീണമൊക്കെ കർത്താവിൻ്റെ ദാസനുള്ളിൽ മനസ്സ് ഊർജ്ജസ്വലമായി എല്ലാവരെയും പഠിപ്പിക്കാൻ, എല്ലാവരെയും ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, ദൈവവചനത്തിൽ ആധികാരികതയോടെ വളരെ ആഴമായി കഴിഞ്ഞ നാളുകളിലൊക്കെ അനേക ക്ലാസ്സുകൾ എടുക്കുവാനൊക്കെ സാറിന് കർത്താവ് കൃപ കൊടുത്തു. കുടുംബമായി യാത്ര ചെയ്ത് ദേശത്തെത്തിയിരിക്കുകയാണ്. 2 ആഴ്ച ഈ ദേശത്തുണ്ടാകും. തിരക്കേറിയ യാത്രയിൽ നമുക്കും 2 ദിവസം കർത്താവിൻ്റെ ദാസന് അനുവദിച്ച് കിട്ടിയതിനെ ഓർത്ത് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവമക്കളെ പ്രാർത്ഥിക്കുക. കുടുംബജീവിതം ദൈവം സ്ഥാപിച്ച അനുഗ്രഹീതമായ ഒരു ഘടകമാണ് ഈ ലോകത്തിൽ. അതിൻ്റെ ഔന്നത്യം, അതിൻ്റെ വാല്യൂ, അതിൻ്റെ ആഴം, അതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം വളരെ വിലയേറിയതാണ്, വലിപ്പമുള്ളതാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വലിയ ആഗ്രഹമാണ് ഈ ലോകത്ത് കുടുംബമായി ദൈവജനം ജീവിച്ച് മൾട്ടിപ്ലൈ ആയി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ദൈവരാജ്യം കെട്ടിപ്പടുക്കുവാൻ പിശാചിനെതിരെ യുദ്ധത്തിലേർപ്പെട്ട് ജയം പ്രാപിച്ചിരിക്കുന്ന കർത്താവിൻ്റെ മാതൃക സ്വീകരിച്ച് ലോകത്ത് ജയത്തോടെ നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും തകർത്തുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി വളരെ പ്രാർത്ഥന, കെട്ടുറപ്പുള്ള കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ സ്വസ്ഥമായാൽ, കുടുംബങ്ങൾ ക്രമീകരിക്കപ്പെട്ടാൽ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാൽ സഭ സ്വസ്ഥമാണ്, സഭ അനുഗ്രഹിക്കപ്പെട്ടതാകും. അപ്പോൾ തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ്. കർത്താവിൻ്റെ ദാസൻ വളരെ ആധികാരികമായി നമ്മുടെ മധ്യത്തിൽ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ നയിക്കും. ശ്രദ്ധയോടെ, ഗൗരവത്തോടെ. ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ ഒരു നോട്ട് ബുക്കും പേനയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ കുറിച്ചെടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി ചുരുക്കമായി കർത്താവിൻ്റെ ദാസൻ സാങ്കുട്ടി പാസ്റ്റർ ഇപ്പോൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയയ്ക്ക് ശേഷം മീറ്റിംഗ് കർത്താവിൻ്റെ ദാസൻ നയിക്കുന്നതാണ്. ക്ലാസ്സുകൾ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസേനതലകളെ വണക്കി ദൈവമുഖത്തേക്ക് നോക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രവും സ്തുതിയും കരയേറ്റുന്നു. ഈ സായന വിളയ്ക്കായി സ്തോത്രം. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിരുവാൻ ഒരുക്കപ്പെട്ട ഈ അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പലയിടങ്ങളിൽ യാത്ര ചെയ്ത് ഞങ്ങൾക്കിവിടെ എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചല്ലോ.
ഈ ആദ്യ മീറ്റിങ്ങിൽ ഞങ്ങൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിപ്പാനും ആരാധിപ്പാനും ആത്മീയ ജീവൻ പ്രാപിപ്പാനും പ്രത്യേകം സഹായിക്കേണ്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലൂടെയും കുടുംബജീവിതത്തിലൂടെയും കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ. ഇന്ന് നാളെയുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ പ്രത്യേക ആത്മീയ കൂടിയറിവിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണം. അത് വളരെ വിജയപ്രദമായി തീരുവാൻ, ഞങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാൻ, കർത്താവെ വിശേഷാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായിരിക്കാൻ നീ സഹായിക്കണമേ. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അവിടുത്തെ വലിയൊരു ദാസനായിട്ട് സ്തോത്രം. വിശേഷാൽ ഞങ്ങളുടെ മധ്യ ക്ലാസ് നയിക്കുന്ന അങ്ങയുടെ വലിയൊരു ദാസനായിട്ട് സ്തോത്രം. അവിടുത്തെ ദാസനിലൂടെ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് അവിടുത്തെ ദാസനിലൂടെ ലഭിച്ചിരിക്കുന്ന ഈ പ്രത്യേക ഈ സന്ദേശം കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിടുതലിന് കാരണമായി തീരുവാൻ നീ സഹായിക്കേണ്ടതിനായി സ്തോത്രം. ഒരു വലിയ മടങ്ങിവരവിനായി ഞങ്ങളെ ഒരുക്കണമേ. രാത്രി കൂട്ടിവരുന്ന ജനത്തിനായി സ്തോത്രം. ഇനി ആരെങ്കിലും യാത്രയിലായിരിക്കുന്നവരെ കൊണ്ടുവരണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ സ്വർഗം ഞങ്ങളുടെ മധ്യേ പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. താങ്ക് യു പാസ്റ്റർ. നിങ്ങൾ എത്ര പേർക്കറിയാം കർത്താവിൻ്റെ ദാസൻ ടി ജെ സോമൽ സാറ് നമ്മുടെ മധ്യത്തിൽ 2017 7 ദിവസം വെളിപാട് പുസ്തകത്തിൻ്റെ ക്ലാസ് എടുക്കാൻ എത്ര പേരുണ്ട് അറിയാമെന്നുള്ളവർ വളരെ ചുരുക്കമോ? ദൈവത്തിന് സ്തോത്രം. പിന്നീട് വന്നവരാണ് കർത്താവിൻ്റെ ദാസനെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ കുടുംബസ്ഥരായി അനുഗ്രഹത്തോടെ ദൈവസഭ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിലും കർത്താവിൻ്റെ ദാസനെ കുടുംബമായി നമുക്ക് ക്ലാസ് എടുക്കാൻ കിട്ടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ബഹുമാനത്തോടെ ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. പ്രിയപ്പെട്ട ബാബു പാസ്റ്റർ കുടുംബം, സാങ്കുട്ടി പാസ്റ്റർ ഇവിടെ വെച്ച് കാണാൻ സൗകര്യമുണ്ടായി. ബാക്കി നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ കുറച്ചാളിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് വന്നായിരുന്നു. ഒരാഴ്ച, പിന്നെ കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നു. 2 ആഴ്ച ഞാനിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നുള്ള ഒത്തിരി പേരില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ യാത്രയാണെന്ന് എനിക്കറിയാം. എന്നാൽ പിന്നെ ഇവിടെ വന്ന് നിങ്ങളും എല്ലാവരുടെയും കൂടെ ഇന്ന് ഈ സമയം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു സെമിനാർ 2 ദിവസത്തേക്ക്, അതാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരല്പകാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബാബുഭാഷ കഴിഞ്ഞിടയ്ക്ക് നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് നല്ല കൂട്ടായ്മയ്ക്ക് സൗകര്യം കിട്ടി. ഞങ്ങളുടെ ഒരു യൂത്ത് മീറ്റിങ്ങിൽ വന്ന് പ്രസംഗിച്ചു. പിന്നെ ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ട് ഒന്നിച്ച് സമയം ചെലവഴിക്കാനും അവസരമുണ്ടായി. അവർ ഈ ദേശത്ത് ചെയ്യുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കൂടുതൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിലും സന്തോഷം. ഇവിടെ പാസ്റ്റർ മുഖവരയിൽ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബമാണ്.
എല്ലാത്തിൻ്റെയും ന്യൂക്ലിയസ് കുടുംബമാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ കുടുംബം ഭദ്രമായാൽ ബാക്കിയെല്ലാം ഭദ്രമായി. കുടുംബം പാടിപ്പോയാൽ ജീവിതമേ പാടിപ്പോയി. അത്രയ്ക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കുടുംബം. നമ്മൾ ജീവിക്കുന്ന ഈ കാലം കുറേയേറെ പ്രശ്നങ്ങളുടെ ഒരു കാലമാണ്. നിങ്ങളും ഇതെല്ലാം കണ്ടും കേട്ടും ജീവിക്കുന്നവരാവും. ഞങ്ങളും ഇങ്ങനെ ലോകം ചുറ്റി സഞ്ചരിക്കുന്നവരാണ്. ഒരുപാട് പേരുടെ കല്യാണം നടത്തുന്നു. അതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന സ്ഥിരം ജോലികളാണ്. എന്നാൽ അതിനകത്ത് കുറേ കല്യാണങ്ങൾ തകരുന്നു. കുടുംബ പ്രശ്നം ലോകത്തിലെ ഒരു മേജർ പ്രശ്നമായിട്ട് ഇന്ന് തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അതെല്ലാ മണ്ഡലത്തിലും, വിശ്വാസികളുടെ വീട്ടിലും പാസ്റ്റർമാരുടെ വീട്ടിലും എന്ന് വേണ്ട എല്ലായിടത്തും. പിന്നെ ഒത്തിരി പേരിതൊന്നും പുറത്ത് പറയുന്നില്ല, അറിയുന്നില്ല, അറിയിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടേണ്ട മനുഷ്യരെന്ന നിലയിൽ ധാരാളം പ്രശ്നങ്ങൾ ഞങ്ങൾ കാണുന്നു. കുറച്ചൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നത്തെ ലോകത്തിൽ തന്നെ ശാസ്ത്രങ്ങളൊക്കെ മാറി, സംവിധാനങ്ങൾ മാറി. വിവാഹം എന്ന ആശയത്തെപ്പോലും മാറ്റി അല്ലെങ്കിൽ പുനർനിർവചിച്ച് വേറെ പല ആശയങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം. ഒരു ചെറുപ്പക്കാരൻ്റെ കല്യാണം നടത്താൻ എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കല്യാണം നടത്തി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. നേരത്തെ പോയിട്ടുള്ള വീട് ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ള വീടാണ്. അവർക്ക് ആകെ ഒരു മോനേ ഉള്ളൂ. അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ ബെഡ്റൂമാണ് ഞാൻ കിടക്കാൻ. അപ്പം ഞങ്ങളുടെ തുണി ഇടാൻ ക്ലോസറ്റ് നോക്കി, ക്ലോസറ്റിൽ തുണിയൊക്കെ ഇട്ടു. പക്ഷെ അവിടെ നോക്കിയപ്പോൾ ഒരു പെണ്ണിൻ്റെ തുണി അവിടെ കാണാനില്ല. അവൻ്റെ ബെഡ്റൂമാണ്, ഒരു തുണിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്ത് പറ്റി? അവൻ കല്യാണം കഴിച്ച് ചേർക്കാനാണ്. ഞാൻ നടത്തിയ കല്യാണമാണ്. പിന്നെ കാര്യമെല്ലാം സംസാരിച്ച് വന്നപ്പോൾ അറിഞ്ഞത് അവൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചോദിച്ചു പോലും, how in the world I can live with one wife all my life? പുരാതന പെന്തക്കോസ്ത് വീട്ടിൽ പയ്യനാണ്. അപ്പനവൻ നല്ല വിശ്വാസികളാണ്. വല്യപ്പനെയും ഒക്കെ ഞങ്ങൾക്കറിയാം. ഞാൻ വളരെ അടുപ്പമുള്ള കുടുംബം, നല്ല മനുഷ്യരാണ്. പക്ഷെ അവൻ ചോദിച്ച ഇതാണ്. എൻ്റെ ഇതും അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവരും പിരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങൻ്റെ ശാസ്ത്രം വിവാഹമോചനം പറ്റില്ല, ചെയ്യാൻ പാടില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നാൽ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുക നല്ലത്. കാരണം ഇവൻ്റെ ശാസ്ത്രമാണ് ഒരു സ്ത്രീയുടെ കൂടെ എത്ര കാലം ജീവിക്കാൻ പറ്റും. ആ കുറച്ച് കാലത്തെ കല്യാണം കഴിക്കുക, എൻ്റെ ഉല്ലാസം കഴിയുമ്പോൾ അത് കളഞ്ഞുമ്പോൾ വേറൊന്നിനെ കല്യാണം കഴിക്കുക. അങ്ങനെ ഒരു ലോകത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. വ്യാപകമായിട്ട് അങ്ങനെ ശാസ്ത്രം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഞാനീ പറയുന്ന പുറം ലോകം മാത്രമല്ല, ഞാനീ പറയുന്നത് പെന്തക്കോസ്ത് ലോകത്തെക്കുറിച്ചും അല്ല. പുറം ലോകം അവിടെ ഇരിക്കട്ടെ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ്. ഐ എം കൺസേൺഡ് അബൌട്ട് അവർ വേൾഡ്. ഞാൻ ഒരു പെന്തക്കോസ്ത് നേതാവ്,
അപ്പോൾ എൻ്റെ മെയിൻ കൺസേൺ ഈ പെന്തക്കോസ്ത് സമൂഹം. അപ്പോൾ ആ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഈ ശാസ്ത്രങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ ഡിവോഴ്സ് ചെയ്യുക, റീമാരേജ് ചെയ്യുക, അങ്ങനത്തെ കാലം. പിന്നെ പലയിടത്ത് നിന്നിപ്പോൾ കല്യാണം കഴിക്കേണ്ട, ഒന്നിച്ച് കുറച്ച് നാളങ്ങ് താമസിക്കുക, സൗകര്യമുള്ളപ്പോൾ മാറിപ്പോവുക, പിന്നെ വേറൊരാളുടെ കൂടെ താമസിക്കുക. അപ്പം ലീഗലി യാതൊരു ബാധ്യതയും ഇല്ലാതെ ജീവിക്കുക എന്നൊരു സ്ഥിതി വ്യാപകമായി വന്ന് അതിനൊരു തരം റെസ്പെക്റ്റബിലിറ്റി കിട്ടിയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കൂടാതെ സെയിം സെക്സ് മാരേജ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലും ഈ പറഞ്ഞതെല്ലാം നിലവിലിരിക്കുന്നു എന്നത് ഒരു സത്യം. അപ്പം ഈ പശ്ചാത്തലത്തിൽ ഇത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് നിമിത്തം അവരുടെ ജീവിതം തകരുന്നു, ജീവിത പങ്കാളിയുടെ ജീവിതം തകരുന്നു, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരാകെ തകർന്ന് തരിപ്പണമാവുന്നു, വീട്ടുകാരുടെ നാണക്കേട് എന്ന് വേണ്ട എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പുറത്ത് ഉണ്ടാവുന്നത്. ഇതെല്ലാം പരിശോധിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ വിവാഹം എന്ന പ്രതിഭാസത്തെ സംബന്ധിച്ച്, കുടുംബജീവിതം എന്ന പ്രതിഭാസത്തെ സംബന്ധിച്ച് മനുഷ്യന് വേണ്ട വിധത്തിൽ അറിയില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാ പണിക്കും നമ്മൾ ട്രെയിനിങ് എടുക്കും. ഇവിടെ നിങ്ങൾ ഓരോ ജോലിക്ക് വന്നു, ട്രെയിനിങ് എല്ലാം എടുത്തിട്ടാണ് ജോലിക്ക് വന്നത്. പിന്നെ സർവീസിൽ കയറിയാലും ഇൻ സർവീസ് കോഴ്സ് വേണം, ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം കോഴ്സ് വേണം. പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കോഴ്സ് വല്ലതും എടുത്തിട്ടാണോ കല്യാണം കഴിച്ച്? ഒരു സ്പെഷ്യൽ കോഴ്സും എടുത്തില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ കുടുംബജീവിതം എന്ന് പറയുന്നത്. അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു കോഴ്സും നമ്മൾ എടുത്തില്ല. നമ്മളെല്ലാവരും കല്യാണം കഴിക്കുക, നമ്മൾ കല്യാണം കഴിച്ചു. അപ്പോൾ അങ്ങനൊരു സ്ഥിതിയിൽ അപ്പോൾ പിന്നെ ഒത്തിരി പാളിച്ചകൾക്കുള്ള സാധ്യത ഉണ്ട്. സഭകൾ വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ ശരിക്കും പഠിപ്പിക്കേണ്ടത്, സംവിധാനം ചെയ്യേണ്ട സഭകളാണ്. പക്ഷേ സഭയിൽ അങ്ങനൊരു ട്രെയിനിങ്ങും പരിപാടികളും നമ്മളൊരിക്കലും സാധാരണ ഇതിപ്പം ഒരു വളരെ അപൂർവമായി മാത്രം നടക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ കല്യാണത്തിന് നമ്മളൊരു പ്രസംഗമൊക്കെ പ്രസംഗിക്കും. അതും പണ്ടൊക്കെ ഞങ്ങൾ നല്ലപോലൊക്കെ പ്രസംഗിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും പ്രസംഗിക്കാൻ ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ പെട്ടെന്ന് കല്യാണം നടത്തി കൊടുക്കണം. എന്നാൽ ചില ചേർച്ചസ് ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് പെന്തക്കോസ്തുകാർ കമ്പൽസറി ആക്കാൻ പറ്റത്തില്ല. ഓർത്തഡോക്സ് സഭ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ സഭകൾ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. പെന്തക്കോസ്തുകാർ കമ്പൽസറി ആക്കിയാൽ നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ വേറെ ആൾ നടത്തിത്തരും. അപ്പോൾ ഇവിടുന്ന് ചാടി അപ്പുറത്തോട്ട് പോകും. അപ്പോൾ പിന്നെ ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. പറഞ്ഞാലും ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല. പള്ളിയിൽ ആൾ നഷ്ടപ്പെടാമെന്നല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ പെന്തക്കോസ്തുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അധികം നിഷ്കർഷയായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ആരെങ്കിലും കൗൺസിലിംഗ് ആവശ്യപ്പെട്ടാൽ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും എന്നല്ലാതെ വ്യാപകമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. എന്നാൽ ഏറ്റവും അത്യാവശ്യമായി പരിശീലനം വേണ്ട ഒരു കാര്യമാണ് എല്ലാ മനുഷ്യരും ചെയ്യുന്നതല്ലേ കുടുംബജീവിതം. അപൂർവം ചിലരുടെ ഒരു കാര്യം അല്ലല്ലോ, എല്ലാ സമൂഹത്തിലും ഇതില്ലേ. അപ്പോൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നല്ല ടീച്ചിങ്ങും ട്രെയിനിങ്ങും വേണ്ട ഒരു കാര്യമാണ് കുടുംബജീവിതം. ചെറുപ്പക്കാർക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളതെന്നുള്ളതൊന്നും വിചാരിക്കരുത്. എല്ലാ പ്രായക്കാർക്കും കുടുംബ പ്രശ്നം ഉണ്ടാവാം, ഏത് പ്രായക്കാർ.
ഒരു ദിവസം ഒരാളെന്നെ വിളിച്ചിട്ട് 10-60 ദിവസം കഴിഞ്ഞ മനുഷ്യരാണ്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിലിരിക്കുകയാണ്, അപ്പം അമേരിക്കയിൽ നിന്നാണ് വന്നത്. എന്നോട് പറഞ്ഞു ഇവിടെ വരെ ഉടനെ ഒന്ന് വരണം. ഞാൻ ചോദിച്ചു എന്താണ്? എനിക്ക് വളരെ അടുപ്പമുള്ള വീടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയി, അതുകൊണ്ട് ഇവിടം വരെ വരണം. അപ്പം ഞാൻ പറഞ്ഞാൽ ആ സ്ത്രീ കേൾക്കും എന്നുള്ള ഒരു ബോധ്യത്തിലാണ്. അങ്ങനെ ആത്മബന്ധം ഞാൻ കുടുംബമായിട്ടും. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, എനിക്ക് എൻ്റെ തിരക്കും സ്കെച്ചുകളും എല്ലാം ഉണ്ട്. എനിവേ സ്വല്പം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. അപ്പോൾ കണ്ടില്ലേ, 60 വയസ്സ് കഴിഞ്ഞിട്ടും സ്ത്രീ ഇപ്പോൾ കളഞ്ഞു. ഞാനത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ പറ്റാത്തൊരു ഒരു സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എനിവേ ലേറ്റർ ഓൺ അവർ പിന്നെയും ഒരുമിച്ച് വന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. അപ്പം ഞാൻ പറയുന്നതേ, ഇത് പ്രായവും ഇല്ല, ഒരു വ്യത്യാസവും വാസ്തവത്തിൽ ഇല്ല. ഇനിയുള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ വകുപ്പിലും ഈ പാസ്റ്റേഴ്സിൻ്റെ വകുപ്പിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യം. ഡിവോഴ്സ്ഡായ പാസ്റ്റേഴ്സ് പലരുണ്ട്, ഭാര്യമാരെ വിട്ടിട്ട് പോയ പാസ്റ്റർമാർ പലരുണ്ട്. അപ്പം ഞാനീ പറയുന്നത് ദിസ് ഈസ് എ വെരി കോമൺ ഫെനോമിനൻ ആണ്. അപ്പം നമ്മൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട, പരിഹരിക്കേണ്ട, നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ആരുടെയും വീട്ടിൽ വേണേലും സംഭവിക്കാം. പ്ലസ് പിശാചിന് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുടുംബജീവിതത്തെ, ബാക്കി ഏത് കാര്യത്തേക്കാൾ. കാരണം ഈ പറഞ്ഞതാണ്, ഒരു കുടുംബം ഉടച്ചാൽ ഒത്തിരി പേരെ ഉടയ്ക്കാം. ആ വ്യക്തിയെ ഉടയ്ക്കാം, അയാളുടെ ജീവിത പങ്കാളിയെ ഉടയ്ക്കാം, അയാളുടെ പിള്ളേരെ ഉടയ്ക്കാം, അയാളുടെ കുടുംബത്തെ മൊത്തം, പേരൻസ്, ഇങ്ങനെ ഒത്തിരി പേരെ ഉടയ്ക്കാം. പിന്നെ നല്ലപോലെ പോകുന്നൊരു സഭയാണെങ്കിൽ സഭയെയും ഇതുകൊണ്ട് തകർക്കാം. അപ്പോൾ അങ്ങനെ ഏറ്റവും ശക്തമായ ആത്മയുദ്ധം നടക്കുന്നൊരു മണ്ഡലം ഇന്ന് കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ കാര്യത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഈ കുടുംബജീവിതത്തിൻ്റെ തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വേറെ ഒത്തിരി കാരണം, എങ്കിലും ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പം ശരിക്കും നമ്മൾ ദൈവം പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, മനസ്സിൽ വെച്ചാൽ, അത് പാലിക്കാൻ തീരുമാനിച്ചാൽ കുടുംബജീവിതം ഭദ്രമാകും എന്നുള്ളതാണ് സത്യം. കുടുംബം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നതിനെയാണ് കുടുംബം എന്ന് നമ്മൾ പറയാം. അതതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നു, അവർക്ക് മക്കളുണ്ടാകുന്നു, അതും കുടുംബത്തിൻ്റെ ഭാഗമാകും. എന്നാൽ മുൻകാലങ്ങളിൽ കുടുംബം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ലാർജർ യൂണിറ്റായിരുന്നു. ഇപ്പോൾ എല്ലാം ഈ ചെറിയ അണുകുടുംബങ്ങളാണ്, ഭർത്താവും ഭാര്യയും പിള്ളേരും മാത്രം. ഇപ്പോൾ ഒരു ട്രെൻഡ്, നിങ്ങളൊക്കെ ഇപ്പോൾ ഒത്തിരി പേര് പുതുതായിട്ട് നാട്ടിൽ നിന്നൊക്കെ വന്നവരാണ്. എന്നാൽ പണ്ടൊക്കെ ജീവിച്ച് ഇവിടെ വളർന്ന പിള്ളേരുടെ ഒരു രോഗം, ഇവിടെ എല്ലാം അധികം കൂടുതൽ അമേരിക്കയിലാണ്. കാനഡയിൽ അത്രയും അങ്ങോട്ട് മലയാളികൾ എസ്റ്റാബ്ലിഷ്ഡ് ആയില്ല. അമേരിക്കയിലൊക്കെ പോയാൽ ഇന്ന് പലയിടത്തും സംഭവിക്കുന്ന കാര്യം, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പിള്ളേർക്ക് വേറെ വീടെടുക്കണം, കല്യാണം കഴിച്ച് അങ്ങോട്ട് വേണം പോവാൻ. ഇന്ന് ചിലത്തെ കല്യാണത്തിൻ്റെ നേരത്തെയുള്ള ഡിമാൻഡ്, പെൺകുട്ടികളുടെ ഡിമാൻഡ് ചിലത് ഞാൻ കേട്ടിട്ടുണ്ട്. അതവിടെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒന്ന്, കല്യാണം കഴിച്ചാൽ അപ്പൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ പാടില്ല, അപ്പോഴേ നമുക്ക് മാറണം. 2, അപ്പനും അമ്മയും പോകുന്ന പള്ളിയിൽ പോകാൻ പാടില്ല, നമുക്ക് വേറെ പള്ളിയിൽ പോകണം. 3, അപ്പനും അമ്മയും താമസിക്കുന്ന പട്ടണത്തിൽ താമസിക്കാൻ പാടില്ല. റിയൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അവർക്ക് അപ്പനും അമ്മയിൽ നിന്നും ദൂരെ, അവരുടെ കണ്ണെത്താത്ത ദൂരത്തിൽ പോയി താമസിക്കണം.
അതാണ് ട്രെൻഡ്. ഇപ്പോൾ മോഡേൺ ട്രെൻഡാണിത്. അപ്പോൾ വേറെ ആരും ഇല്ലാത്ത ഇവരുടെ മാത്രം ഒരു ലോകം. അതാണ് ഇന്നത്തെ ഒരു കോൺസെപ്റ്റ് ലോകത്തിൽ എത്തിയിരിക്കുന്നത്. എനിവേ, ഭാര്യയും ഭർത്താവും മാത്രമായാലും കുടുംബമായി, പിള്ളേരും കൂടെ ആയാലും കുടുംബമായി. എന്നാലും മുൻകാലങ്ങളിലുള്ള ആശയം വെച്ച് നോക്കിയാൽ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. അവർക്കെല്ലാം അതിനകത്തൊരു സ്ഥാനമുണ്ട് താനും. ഇവിടെ ഒത്തിരി കുടുംബ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥിതിക്ക് ഇന്നത്തെ ലോകം അതിന് പലപ്പോഴും കൗൺസിലിങ്ങിന് പോകും. കൗൺസിലിംഗ് നല്ലതാണ്. പ്രശ്നങ്ങളുള്ളപ്പോൾ അത് ഒന്ന് പരിഹരിക്കാൻ സഹായിക്കാൻ ആരെ കിട്ടുമോ അവരൊക്കെ പോയി പരിഹരിച്ച് കിട്ടുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. എന്നാലും ഈ നമ്മുടെ സംസ്കാരത്തിൽ കൂടുതലും കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഒതുക്കി വെക്കുന്ന ഒരു പ്രകൃതമാണ് നമുക്ക് ഉള്ളത്. മറ്റാരെയും കാര്യങ്ങൾ അറിയിക്കാതെ നമ്മൾ തന്നെ എല്ലാം വായിച്ചുകൊണ്ട് നടക്കുന്നൊരു സംവിധാനമാണ്. അതുകൊണ്ട് പ്രശ്നമുണ്ടെങ്കിലും പുറത്താരോടും പറയുകയില്ല. നേറിപ്പുകഞ്ഞ് ജീവിതവും നശിപ്പിച്ച് ജീവിക്കുന്നൊരു സംവിധാനമാണ്. പക്ഷേ മറ്റ് സംസ്കാരത്തിൽ പലപ്പോഴും പ്രശ്നമുണ്ടെങ്കിൽ അവർ കൗൺസിലിങ്ങിന് പോകാൻ തയ്യാറാണ്. കൗൺസിലേഴ്സ് ഒരു പരിധി വരെ സഹായമാണ്. എന്താണ് വാസ്തവത്തിൽ കൗൺസിലേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്? അവരുടെ പ്രശ്നം കാണാൻ അവരെ സഹായിക്കുക. അതാണ് ബേസിക്കലി കൗൺസിലേഴ്സിന് ചെയ്യാൻ പറ്റുന്നത്. അല്ല കൗൺസിലേഴ്സിന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതല്ല അവരുടെ റോള്. സീ ദംസെൽസ്, ഓരോരുത്തർ തങ്ങളുടെ പ്രശ്നം കാണാൻ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രശ്നം നമുക്കറിയാൻ മേല എന്നാണോ? നമുക്ക് പ്രശ്നം അറിയാം, പക്ഷേ നമ്മുടെ പ്രശ്നം നമ്മുടെ കാഴ്ചപ്പാടിലേ നമ്മൾ കാണുകയുള്ളൂ. മറ്റേ ആളിന് ഇപ്പം ഭർത്താവിൻ്റെ കാഴ്ചപ്പാടിന് അദ്ദേഹം കാണും, ഭാര്യയുടെ കാഴ്ചപ്പാടിൽ കാണാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റില്ല. നമ്മുടെ എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. നമുക്കിത് സബ്ജക്റ്റീവ് ലുക്കാണ് ഉള്ളത്. ഒരു ഒബ്ജക്റ്റീവ് വ്യൂ നമുക്കുണ്ടാകാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റുകയില്ല. ഒബ്ജക്റ്റീവ് വ്യൂ ഉണ്ടാകണമെങ്കിൽ വേറൊരാൾ കാണും. അല്ല നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നത്തെ കണ്ടാൽ ഇറ്റ്സ് ഓൾവേസ് സബ്ജക്റ്റീവ്. അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റീവായി കാര്യം നമ്മളെ ഒന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് കൗൺസിലേഴ്സിൻ്റെ ജോലി. അപ്പോൾ അങ്ങനെയുള്ള കൗൺസിലിംഗ് തേടുന്നത് നല്ലതാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യം, നമ്മൾ തന്നെ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണം പിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ട മനുഷ്യരുണ്ട്. അതിനുവേണ്ടി വന്ന് വഴക്കിട്ടിട്ടുള്ള ആളുകളുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരാൾ വീട്ടിൽ കയറി വന്നു. നേരത്തെ വിളിച്ചൊരു അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഒരു സ്ത്രീയാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷേ ആ സ്ത്രീ വന്നപ്പോൾ വേറൊരു പുരുഷനും കൂടെ വന്നു വെച്ചാൽ അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഞാൻ നടത്തി കൊടുത്ത കല്യാണമാണ്, അവരുടെ ആവശ്യം അല്ല, അവർക്ക് ഒരുമിച്ച് ജീവിക്കണ്ട, വേണ്ടെന്ന് അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വത്ത് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ അതിനുവേണ്ടിയാണ് എനിക്ക് വന്നത്. അത് പിരിച്ചു കൊടുക്കണം, സ്വത്ത് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ കല്യാണം പിരിക്കുന്നത് ഞങ്ങളുടെ ജോലിയല്ല, ഞങ്ങൾക്കുള്ള അനുവാദം ദൈവം തന്നിട്ടില്ല. കാര്യമൊക്കെ പറഞ്ഞു. സ്ത്രീ കുറച്ചൊക്കെ കേട്ടു. അത് കഴിഞ്ഞപ്പോൾ കൂടെ വന്ന പുരുഷൻ അവരുടെ ഒരു റിലേറ്റീവാണ്. അയാളങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായി അലറാൻ തുടങ്ങി. അതിന് അയാളെ ഇറക്കി വിടേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ദൈവം പറഞ്ഞ ആശയങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയാൽ അതിന് വിധേയപ്പെടാൻ തയ്യാറുണ്ടോ, കുടുംബജീവിതം ഭദ്രമായിരിക്കും. അതിനൊരു സംശയവും ഇല്ല. അത് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ വചനം അങ്ങനെ സഭയിൽ പഠിപ്പിക്കാൻ നമുക്ക് പറ്റില്ല, അതിനുള്ള സമയങ്ങൾ നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ അല്ലായിരുന്നു. ഇന്നത്തെ ഒരു കാലത്തിന് അത് ആവശ്യമാണ്. നേരത്തെ ഒരു കാലത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കങ്ങനെ വലിയ അത്യാവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നതിനാവശ്യമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളതൊന്ന് നോക്കേണ്ടതാണ്. ചില വാക്യങ്ങൾ ഞാൻ ഒന്ന് പറയാം, എന്നിട്ട് ചില വിശദീകരണങ്ങൾ ഞാൻ പറയാം. ആദ്യം ചില വാക്യങ്ങൾ മാത്രം നമ്മളൊന്ന്
നോക്കുക. ഒറിജിനലി ദൈവം പറഞ്ഞ കാര്യം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ മനുഷ്യനെ ആദ്യം ദൈവം കൂട്ടിയോജിപ്പിച്ച് വിവാഹം നടത്തിയ ഒരു കാര്യമാണ്. അത്രയും വാക്യം ഒന്ന് വായിച്ചേക്കാവോ ആരെങ്കിലും? സ്ക്രീൻ എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റില്ല. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേർ വിളിക്കുമെന്ന് കാണുവാൻ അവൻ മുൻപിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേർ വിളിച്ചു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യൻ ഒരു ഗാഢനിദ്ര വരുത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് ലജ്ജ തോന്നിയതില്ലതായി. ഇത് ഒറിജിനൽ കാര്യം. ദൈവം ആദ്യം പറഞ്ഞ കാര്യം, ചെയ്ത കാര്യം. വാക്യത്തിലേക്ക് പിന്നെ ഞാൻ തിരിച്ചു വരാം. ഇപ്പം ഞാൻ പാസേജ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി യേശുവിൻ്റെക്കിലേക്ക് പോവാം. ഇത് പിതാവായ ദൈവം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. കർത്താവായ യേശു പറഞ്ഞ് ഇതിനെ സംബന്ധിച്ചുള്ള ദൈവശാസ്ത്രം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 19-3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശെ കൽപ്പിച്ചത് എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ ഭാര്യ ഉപേക്ഷിപ്പാൻ മോശെ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കർത്താവായ യേശു പറഞ്ഞ ശാസ്ത്രം. ദൈവം പറഞ്ഞ കാര്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എല്ലാം ഇത്രയും വാക്യത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇത്രയല്ല, വേറെ വാക്യങ്ങൾ ധാരാളം ഈ കാര്യത്തെക്കുറിച്ച് ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞ നിയമങ്ങൾ 1 കൊരിന്ത്യർ 11-ലുണ്ട്, 1 കൊരിന്ത്യർ 7-ലുണ്ട്, എഫെസ് ലേഖനം 5-ാം അധ്യായത്തിലുണ്ട്, കൊലോസി ലേഖനം 3-ാം അധ്യായത്തിലുണ്ട്, 1 കൊരിന്ത്യർ 11-3, എഫെസർ 5-22 മുതൽ 32 വരെ, 6-1 മുതൽ 4 വരെ, കൊലോസിയർ 3-18 മുതൽ 21 വരെ, 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം മൊത്തം. ഇതെല്ലാം കുടുംബജീവിതത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച ഉപദേശങ്ങളാണ്. 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കുടുംബജീവിതത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കും. അതിപ്പോൾ വായിക്കണ്ട. അപ്പം മെയിനായി കണ്ടില്ലേ, ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ്റെ വിശദീകരണത്തിലുണ്ട്, പത്രോസിൻ്റെ. അപ്പോൾ ആ അപ്പോസ്തലന്മാരിൽ പ്രധാനികളായവരൊക്കെ ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. അപ്പം അങ്ങനെ വചനം വളരെ വ്യക്തമായി ഈ കാര്യം പഠിപ്പിച്ചിരിക്കുന്നതാണ്. റൈറ്റ്. ഇനി നമുക്കതിൻ്റെ അല്പം വിശദീകരണത്തിലേക്ക് പോകാം. നമ്മൾ ഈ വായിച്ച വാക്യത്തിൻ്റെ ഒരല്പം വിശദീകരണത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദി നീഡ് ഫോർ എ ഫാമിലി? അങ്ങനെ കുടുംബത്തിൻ്റെ ആവശ്യമുണ്ടോ? കുടുംബജീവിതം എന്നത് ആവശ്യമുണ്ടോ?
ഉൽപ്പത്തി 2:18 മുമ്പ് വായിച്ച കാര്യം വാക്യം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണി ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളിച്ചെയ്തു. മതി. അപ്പം ദൈവം പറയുന്നു, സൃഷ്ടികർത്താവായ ദൈവം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അതല്ല വേണ്ടിയത്. ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ദൈവികമായ ഒരു സൃഷ്ടിപ്പിൻ്റെ പദ്ധതിയാണ്. ദൈവമാണ് പറഞ്ഞത് കുടുംബജീവിതം വേണം എന്ന്. ലോകത്തിൽ ശരിക്കും കുടുംബജീവിതം ഉള്ളത് മനുഷ്യന് മാത്രമാണ്. ബാക്കി ഒരു ജന്തുവിനും അങ്ങനൊരു കുടുംബജീവിതമില്ല. ബാക്കി ജന്തുക്കൾക്ക് കുടുംബജീവിതം ആവശ്യമില്ല. ഇപ്പോൾ മൃഗങ്ങൾ, പക്ഷികൾ, ഇതെല്ലാം അതിനെല്ലാം ഇണയുണ്ട്. അതെല്ലാം ഇണ ചേരുന്നു, അതെല്ലാം സന്താനങ്ങളെ ജനിപ്പിക്കുന്നു. പക്ഷേ അവയ്ക്കൊരു കുടുംബത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഏത് മൃഗത്തെ എടുക്കുക, സന്താന ഉൽപ്പാദനത്തിന് ആണും കൂടെ വേണം. അതാ ഇണ ചേരാനും അങ്ങനൊരു ഉൽപ്പാദനത്തിന് ഈ ആണ് വേണമെന്നല്ലാതെ ബാക്കി തുടർന്നുള്ള ജീവിതത്തിന് ആണിൻ്റെ ആവശ്യം പൊതുവേ ഇല്ല മിക്ക ജന്തുക്കൾക്കും. ആ ജന്തു പ്രസവിക്കുന്നു. പ്രസവിച്ചു കഴിഞ്ഞാൽ മിക്ക ജന്തുക്കളും അന്നേരം തന്നെ എഴുന്നേക്കും, സ്വല്പം കഴിയുമ്പോൾ എഴുന്നേക്കും, തന്നെ പാല് കുടിക്കും, അല്ലെങ്കിൽ ആഹാരം കഴിക്കും. അതിനൊത്തിരി നാളൊന്നും വേണ്ട. പിന്നെ ചില ജന്തുക്കൾ കുറച്ച് ദിവസം ഒന്ന് സ്പെഷ്യൽ സംരക്ഷണം കൊടുക്കും. അതെല്ലാം കൊടുക്കുന്നത് ഈ അമ്മയാണ്. പൂച്ച ആദ്യമൊന്നും അതിൻ്റെ കുട്ടിയെ കൊണ്ട് പുറത്തിറങ്ങത്തില്ല. പക്ഷേ ഈ അമ്മയാണ് ഇതിനെല്ലാം സംരക്ഷിച്ച് ആഹാരം കൊണ്ട് കൊടുത്ത് പരിപാലിക്കുന്നത്. എല്ലാത്തിലും അമ്മയാണ്. അപ്പം ആണിന് കാര്യമായ ഒരു പങ്ക് ഈ ബാക്കി ജന്തുലോകത്തിലെങ്ങും ഇല്ല. അപ്പോൾ അതിന് ഈ പ്രൊക്രിയേഷൻ എന്ന ഒരു പ്രക്രിയ മാത്രമേ അതിനുള്ളൂ. പക്ഷെ മനുഷ്യൻ്റെ കാര്യം എടുക്കുക. മനുഷ്യന് ഇപ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കുന്നു, പുരുഷൻ കുട്ടിയെ ജനിപ്പിച്ചു വഴിക്ക് പോയെന്ന് പറഞ്ഞാൽ സ്ത്രീ പ്രസവിക്കുന്നു. സ്ത്രീ പ്രസവിച്ചാൽ ഈ കുട്ടി തന്നെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെയൊക്കെ നിയമം അനുസരിച്ച് 18 വയസ്സാകുന്നിടം വരെ അത് തന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. 18 വയസ്സാകുമ്പോൾ ഈ രാജ്യമൊക്കെ പറയുന്നത് യു ഗെറ്റ് ഔട്ട്, നിൻ്റെ കാര്യം നോക്കൂ. പക്ഷേ 18 വയസ്സാവണ്ടേ? ഈ രാജ്യങ്ങളിലൊക്കെ ഒരു 12 വയസ്സാകുന്നതിനും വരെ കുട്ടിയെ തനിയെ ഇരുത്തിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? പോയാൽ നിങ്ങൾ കുഴപ്പത്തിലാവില്ലേ? കുട്ടിയെ കൊണ്ട് സർക്കാരും പോവില്ലേ? അപ്പോൾ കൂടിയിരിക്കണ്ടേ? തനിയെ ഒന്ന് വല്ലതൊന്ന് വാരി തിന്നാൻ തന്നെ എത്ര നാളെടുക്കും? കക്കൂസി പോയി തനിയെ ഒന്ന് കഴുകണമെങ്കിൽ വയസ്സെത്ര ആവും? ഒന്ന് തന്നെ കുളിക്കണമെങ്കിൽ എത്ര വയസ്സാവും? അപ്പം ഇത്രയും കാലം ഈ സ്ത്രീ തന്നെ ജോലിക്ക് പോകണം, അധ്വാനിച്ചുകൊണ്ട് വരണം, ആഹാരം ഉണ്ടാക്കണം, കൊച്ചിനെ നോക്കണം. ഇതെല്ലാം കൂടെ ചെയ്യാൻ ഒരു സ്ത്രീക്ക് പറ്റില്ല. അപ്പോൾ അതിന് സഹായം വേണം. ഭൂമിയിലെ റിയൽ സ്ഥിതി ഞാൻ പറയുകയാണ്. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം അത്യാവശ്യമാണ്. ദൈവം കണ്ടു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പം ശരിക്കും മനുഷ്യൻ വിവാഹിതനാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇന്നത്തെ ലോകം ഒരു കുറേ പേര് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. കല്യാണം കഴിക്കാത്ത ആളുകളുടെ സംഖ്യ ലോകത്തിൽ കൂടി വരികയാണ്. നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ട് കല്യാണം കഴിക്കാൻ ഒത്തിരി പിള്ളേരും ഇപ്പോൾ ഉണ്ട്. കാരണങ്ങൾ പലതാവാം. എന്നാലും പലപ്പോഴും അതിൻ്റെ കാരണം
അവരുടെ വീട്ടിലെ സ്ഥിതിയോ ഇല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ ജീവിതത്തിലെ സ്ഥിതിയോ ഇങ്ങനെ പലതും കണ്ടിട്ടാണ് കുടുംബജീവിതം വേണ്ടെന്നവർ വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദോഷം, അതിൻ്റെ തിക്തഫലങ്ങൾ അവർ കണ്ടതുകൊണ്ട് കുടുംബജീവിതം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ സംവിധാനം അനുസരിച്ച് മനുഷ്യന് കുടുംബജീവിതം വേണം. അപ്പോൾ ഇവിടുത്തെ ഭാഷയ്ക്ക് പറയുകയാണ്, സിംഗിൾ പേരൻ്റ് സമ്പ്രദായം വാസ്തവത്തിൽ മനുഷ്യ ജീവിതത്തിന് ചേരുന്നത് അല്ല, ദൈവം വച്ച ക്രമവും അല്ല. എന്നല്ല, ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം നോക്കുക. കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഡിവോഴ്സും മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് അപ്പൻ്റെ സ്നേഹവും വേണം, അമ്മയുടെ സ്നേഹവും വേണം. രണ്ടുപേരുടെയും സ്നേഹമില്ലാതൊരു കുട്ടിയുടെ മാനസിക വളർച്ച ശരിയാവില്ല, കുട്ടിയുടെ വികാര ജീവിതവും ശരിയാവില്ല. അത് ബാക്കി പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ഞാൻ തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് ദൈവം പറഞ്ഞു. മനുഷ്യൻ വിവാഹം വേണ്ട എന്ന് വെക്കാൻ കാരണം ഉള്ളതായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. മത്തായി 19:11-12 ശിഷ്യന്മാർ പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക നല്ലത്, ഈ കൂടെ കളഞ്ഞം വെച്ച് വേറെ കെട്ടാൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അതിന് യേശു പറഞ്ഞ മറുപടി, അങ്ങനെ വരം കിട്ടിയ ചിലരുണ്ട്, അവർക്കങ്ങനെ ചെയ്യാം. വരം കിട്ടിച്ച കുറച്ച് പേർ അങ്ങനെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ചിലർ നപുംസകങ്ങളാണ്, അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അതായത് ഷണന്മാരാണ് ചിലർ. പിന്നെ പറയുന്നു, ദൈവരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണന്മാരാക്കിയ ആളുകൾ ഉണ്ട്. വിവാഹം ജീവിതം വേണ്ടാന്ന് വെച്ച ചില ആളുകൾ ഉണ്ട്. അതൊരു വോളണ്ടറി ആയിട്ടുള്ള സമർപ്പണം, വേറെ ഒന്നിനും പോകാതെ ദൈവത്തെ മാത്രം, ദൈവശുശ്രൂഷയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി വോളണ്ടറി ആയിട്ട് അങ്ങനെ സമർപ്പിച്ച ആളുകൾ ഉണ്ട്. അതിനെ ദൈവം നിരോധിക്കുന്നില്ല. പക്ഷേ നിർബന്ധിച്ച് അങ്ങനൊരു കാര്യം ചെയ്യുന്നതിനെ വേദപുസ്തകം അനുകൂലിക്കുന്നില്ല. എന്ന് ഞാൻ പറഞ്ഞാൽ, നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ചില ക്രിസ്തീയ സമൂഹങ്ങളിൽ പട്ടക്കാർ, ശുശ്രൂഷകർ കല്യാണം കഴിക്കാൻ പാടില്ല, കമ്പൽസറി. മേൽപ്പട്ടക്കാർ മിക്ക എപ്പിസ്കോപ്പൽ ചേർച്ചസിലും കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചാൽ മേൽപ്പട്ടം കിട്ടുകയില്ല. ഇതൊക്കെ മാനുഷികമായ സഭാ നിയമങ്ങളാണ്. പക്ഷേ വേദപുസ്തകം അതിനെ അനുകൂലിക്കുന്നില്ല. 1 തിമോഥെയോസ് 4-1 വരെയുള്ള വാക്യം വായിച്ചാൽ, അന്ത്യകാലത്ത് മനുഷ്യർ പലവിധ വ്യത്യാസങ്ങൾ സമൂഹത്തിലുണ്ടായ ശേഷം, ഒന്ന് വായിച്ചേക്കാമോ? 1 തിമോഥെയോസ് 4:1-3 വരെ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്തിൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന അവ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കും. അപ്പം അത് വചന വിപരീത ഉപദേശം. കാരണം ദൈവം പറഞ്ഞ എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാണ് ദൈവം പറഞ്ഞത്. അതിന് വിപരീതമായി പറയുന്നത് ഈ വചനത്തിന് ചേരുന്നതല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇതൊരു ദൈവിക പദ്ധതിയാണ്. ദിസ് ഇസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ലാതെ വിവാഹം എന്നത് മനുഷ്യൻ്റെ ഒരു കണ്ടുപിടുത്തമല്ല. മനുഷ്യൻ ദൈവത്തോട് എന്ന് പരാതി പറഞ്ഞ് ഒരു കുടുംബജീവിതം വാങ്ങിയെടുത്തതുമല്ല. നമ്മൾ വായിച്ച ഒറിജിനൽ ഭാഗത്ത് തന്നെ വായിച്ചതാൽ അവിടെ നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിൽ മനുഷ്യൻ്റെ മുമ്പാകെ എല്ലാ ജന്തുക്കളെയും കൊണ്ടുവന്നു. ആദ്യം പെണ്ണിനെ ഉണ്ടാക്കിയിരുന്നില്ല, അതിലേക്ക് വരാം. പെണ്ണിനെ ഉണ്ടാക്കിയിരുന്നില്ല, ആണ് മാത്രം ഉണ്ടാക്കിയത്.
എല്ലാ ജീവജന്തുക്കളെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്തിന്? മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടും എന്ന് കാണാൻ മനുഷ്യൻ്റെക്ക് കൊണ്ടുവന്നു. എല്ലാത്തിനും പേരിട്ടു. എന്നിട്ട് അടുത്ത പ്രയോഗം എന്താണ്? എങ്കിലും അവന് അതിൽ നിന്ന് തക്കതായൊരു തുണ കണ്ടു കിട്ടിയില്ല. ഒറിജിനൽ മാൻ. തക്കതായ ഒരു തുണയെ ഒരു ജന്തുവിൽ നിന്നും മനുഷ്യൻ കണ്ട് കിട്ടിയില്ല. റൈറ്റ്. അങ്ങനെ ജീവിതത്തിൽ ജന്തുക്കളുടെ കൂടെ ജീവിക്കുന്ന കുറേ മനുഷ്യരും ഭൂമിയിലുണ്ട്. കല്യാണം കഴിക്കാതെ ജന്തുവാണ് തൻ്റെ ഇണ. അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരും ലോകത്തിൽ ഉണ്ട്. അത് ടെറബിൾ സിന്നാണ്. അത് ലേവ്യ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവം ഉണ്ടാക്കിയ മനുഷ്യൻ, ഒറിജിനൽ പ്യൂർ മനുഷ്യൻ, അവന് അങ്ങനെ വേറെ ഒരു ജന്തുവിൽ നിന്നൊരു തുണയെ കണ്ടു കിട്ടിയില്ല എന്ന് നമ്മൾ വായിക്കും. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാൻ, ദിസ് ഇസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഇത് അഖിലാണ്ടം മുഴുവനുള്ളൊരു പ്രതിഭാസമാണ്. ഏത് ജാതിയിലും ലോകത്തിലെവിടെ പോയാലും എല്ലായിടത്തും കല്യാണമുണ്ട്. കല്യാണമില്ലാത്ത ലോകം എങ്ങുമില്ല. കാരണം സൃഷ്ടികർത്താവിൻ്റെ ഒരു പ്രതിഭാസമാണ് ഈ ഒരു കാര്യം. അത് ജാതി ഏതായാലും മതം ഏതായാലും ലോകത്തിലെല്ലായിടത്തും വിവാഹമുണ്ട്. വിവാഹ ജീവിതത്തിൽ പൊതുവെ പറഞ്ഞാൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഏറെക്കുറെ ഒന്നാണ്. എന്തോ ജാതി ആയിക്കൊള്ളരുത്. ക്രിസ്ത്യാനിക്കുള്ള പ്രതീക്ഷ തന്നെയാണ് ഹിന്ദുവിനും ഉള്ളത്. ഏറെക്കുറെ അല്പസ്വല്പ വ്യത്യാസങ്ങൾ കണ്ടേക്കെങ്കിലും ബേസിക്കലി എല്ലാം ഒരേ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് വിവാഹ ജീവിതത്തിലുള്ളത്. അതിൻ്റെ കാരണം ഇത് ദൈവികമായ സംവിധാനമായതുകൊണ്ടാണ്. അല്ല മതത്തിൻ്റെ ആയിരുന്നെങ്കിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ ഇതിനകത്തെല്ലാം കണ്ടേനെ. എന്നാൽ ദൈവം സംവിധാനം ചെയ്തതായതുകൊണ്ട് ഏതായാലും ദൈവം പറയുന്നു, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. ഞാനിത് പറയുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ട്രെൻഡ് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കണം. ഇപ്പോൾ എപ്പിസ്കോപ്പൽ ചേർച്ചസിൽ പലതിലും 7 കൂദാശകളുണ്ട്. നിങ്ങൾ കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബ, മാർത്തോമ സഭകളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നിട്ടുണ്ടവരാം. അങ്ങനെയുള്ളവരുണ്ടാവും. അവർക്ക് 7 കൂദാശകളുണ്ട്. ആ 7 കൂദാശകളിലൊന്നാണ് വിവാഹം. അപ്പോൾ അത് സേക്രഡ്, അതൊരു കൂദാശയാണ്. അത് രക്ഷയ്ക്കുള്ള ഒരു ഉപാധിയാണ് എപ്പിസ്കോപ്പൽ ചേർച്ചസിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ അധികം കൂദാശകൾ വിശ്വസിക്കുന്നില്ല. നമുക്ക് ആകെ 2 കർമാചാരങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതൊന്ന് സ്നാനവും മറ്റൊന്ന് കർത്തൃമേശയും. ഇതേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിൽ ഇന്ന് സംഭവിച്ചു എന്നറിയാമോ? ഈ വേദപുസ്തക മൂല്യങ്ങൾ പലതും പെന്തക്കോസ്തുകാരും കൈവിട്ടൊരു കാലമാണെന്ന്. ഈ തത്വങ്ങളിലേക്കൊന്നും പോകാതെ ലോക സംവിധാനത്തിൽ പോകുന്നൊരു കാലമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ കണ്ടമനം കല്യാണം നടത്തുന്ന ആളാണ്. പ്രത്യേകിച്ച് ഈ സഭാ നേതാവായതുകൊണ്ട് ഈ മനുഷ്യരിങ്ങനെ ആവശ്യപ്പെട്ട് ഞങ്ങൾക്കും എനിക്കും കല്യാണം നടത്താൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കല്യാണം നടത്തി കൊടുക്കാൻ ഒരു പേടിയുമാണ്. കാരണം എന്തായി തീരുമെന്ന് ആർക്കറിയാം. എന്നാലും ഇങ്ങനെ ഈ സ്ഥിരം കല്യാണം നടത്തുകയാണ്. ചിലയിടത്തൊക്കെ പോയാൽ വി ആർ വെരി അപ്സെറ്റ്, വെരി അപ്സെറ്റ്. പിന്നെ അവിടെ ചെന്ന് പോയി നടത്താതെ പോയാൽ ഞങ്ങളെ വിടില്ല. അതുകൊണ്ട് ചിലത് നടത്തി കൊടുക്കും. അല്ല പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി തടയുകയോ വല്ലതൊക്കെ ചെയ്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് മാത്രം നടത്തി കൊടുക്കുന്ന കല്യാണങ്ങളുണ്ട്. ഇന്ന് ആളുകൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ഇറ്റ് ആഫ്റ്റർ ഓൾ. ഒരു സമയത്ത് ഞാൻ ഇച്ചിരി ഒരു പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഡിവോഴ്സിനെ സംബന്ധിച്ച്
ഞങ്ങളുടെ അസൽ സ്റ്റാൻഡ് എന്താണ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റാൻഡാണ്, അല്ലാതെ എൻ്റെ സ്വന്തം അല്ലത്, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിരിക്കുന്ന ഒഫീഷ്യൽ സ്റ്റാൻഡ് പറഞ്ഞു. അപ്പോൾ ഈ പത്രക്കാർക്ക് എന്തെങ്കിലും വാർത്ത കിട്ടണമല്ലോ, അതിനുവേണ്ടി അവർ ചോദിച്ചാണ്. അവരിത് അടിച്ചങ്ങ് വിട്ടു. ഇത് പോയി സോഷ്യൽ മീഡിയ മുഴുവനും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പല പല ചോദ്യങ്ങളായി, സംശയങ്ങളായി. ആളുകളുടെ ഒത്തിരി പേര് അങ്ങനെ കമൻ്റ് ഇടാൻ തുടങ്ങി. പിന്നെ ഞാനിതൊന്നും വായിക്കുന്നൊരു മനുഷ്യനല്ല, ആരുടെ കമൻറ്റും ഞാൻ വായിക്കാറില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ പോകുന്ന ആളുമല്ല. അപ്പോൾ ഒരാളെനിക്ക് ഒരാളുടെ ഒരു കമൻറ്റും കുറേ കാര്യങ്ങളും എല്ലാം കൂടെ അയച്ചു. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ആയതുകൊണ്ട് അത് ഞാനൊന്ന് നോക്കി. തന്നെയല്ല, അകത്തെ ആളല്ല പുറത്തെ ആളല്ല, ഒരു സാമൂഹ്യ സേവകയാണ്. എല്ലാം വന്നിട്ട് അവസാനം ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു. എന്നെ വളരെ ക്ലോസായ ഒരു പാസ്റ്റർ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, സാർ ഇങ്ങനൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ്? അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ആ ചെറുക്കനും പെണ്ണിനും നേരത്തെ ഒരു പ്രേമം ഉണ്ടായിരുന്നു. വീട്ടുകാർ നിർബന്ധിച്ചു, അവൻ വേറെ കെട്ടി. എന്നാലും അവൻ്റെ പണ്ടത്തെ പ്രേമം ഉണ്ടായിരുന്നു. അവൻ ഈ കെട്ടിയതിനെ കളഞ്ഞും വെച്ച് അവൻ മറ്റേനെ കെട്ടി. നമുക്കെങ്ങനെയാണ് എന്നെ വിരോധിക്കാൻ പറ്റുന്നത്? ഒരു സീനിയർ പാസ്റ്ററാണ്, ഒരു പ്രധാന പാസ്റ്ററാണ്, വലിയൊരു പ്രസംഗിയാണ്. ഇന്ന് വരെ മറുപടി കൊടുത്തിട്ടില്ല. കാരണം അദ്ദേഹത്തിൽ നിന്ന് ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരം അറിയാമായിരിക്കണം. അതുകൊണ്ട് ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. എന്നാൽ പൊതുലോകം പറയുന്നത്, വാട്ട് ഈസ് ഇറ്റ് ആഫ്റ്റർ ഓൾ? നിങ്ങൾ കെട്ടിക്കണമെന്ന് എന്താ ഇവിടെ നിർബന്ധം? അവർ രജിസ്റ്റർ വെച്ചേരി പോയാൽ കല്യാണം കഴിക്കില്ലേ? അല്ല, നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് എന്ത് വില? നിങ്ങളുടെ കല്യാണത്തിന് എന്ത് വില? നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വിലയില്ലല്ലോ. ആ രജിസ്റ്റർ വെച്ചേരിയിൽ നിന്ന് കിട്ടിയെങ്കിലല്ലേ, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയെങ്കിലല്ലേ അതിന് വിലയാവുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങളുടെ കല്യാണം ആർക്ക് കഴിപ്പിക്കണം? ഇന്നത്തെ ട്രെൻഡ് ഭക്തിയില്ലാത്ത സംവിധാനങ്ങൾ, ഒന്നിനും ഒരു ഭക്തിയില്ല. ഇത് പറയുമ്പോൾ രണ്ട് കാര്യവും പറയണം. പട്ടത്വ സഭയിൽ പട്ടക്കാരനെ നോക്കി നിൽക്കണം കല്യാണം കഴിക്കാൻ. പെന്തിക്കോസ്തിൽ സ്റ്റേജിലിരിക്കണം എന്ന് മാത്രമല്ല, ഇന്നത്തെ ട്രെൻഡ് ഞാൻ കേരളത്തിൽ കാണുന്നത് റിസപ്ഷന് കസേര ഇടുന്നത് പോലെയാണ് ഇപ്പോൾ കല്യാണത്തിന് കസേര ഇടുന്നത്. പെണ്ണും ചെറുക്കനും മെയിൻ ഭാഗം. ചിലത്തിലും പാസ്റ്റേഴ്സിനോടെ കസേര ഇല്ല, അല്ലെങ്കിൽ പിന്നെ അവർക്ക് സൈഡിൽ. എന്താ ഇതെന്ന് നോക്കിയാൽ അത് കളഞ്ഞിട്ടല്ലത്. അതിൻ്റെ അർത്ഥം അവളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആ പുരുഷനുമായിട്ടായി, ആ സ്ത്രീക്ക് പുരുഷനുമായിട്ടായി, പുരുഷന് സ്ത്രീയോടായി. ചില ആണുങ്ങളുടെ വീട്ടിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ അമ്മയോടൊക്കെ വലിയ അടുപ്പമായിരുന്നിരിക്കാം. എന്നാലൊരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത്രയും നേരം അമ്മയായിട്ടിരിക്കുക പോയിരിക്കുമോ? ഇപ്പം ഇവിടെയൊക്കെ പിള്ളേർ അപ്പൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ അപ്പൻ്റെ അമ്മ, ഇവിടെയും ചില പിള്ളേരുണ്ട് അപ്പനും അമ്മയായിട്ട് വലിയ അടുപ്പമുള്ള പിള്ളേരുണ്ട്. അപ്പോൾ പണ്ടത്തെ ഭാഷയ്ക്ക് ഞാനങ്ങ് പറയുകയാണ്, ഇവളെന്തോ തലേണമന്ത്രം ഊതിയാണ് ഇവനെ ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ വശീകരിച്ചത്. ഭയങ്കര പ്രശ്നമുള്ള വീട്ടിലുണ്ട്. ഇറ്റ്സ് ഡിവൈൻ. അത് ദൈവം ഉണ്ടാക്കിയ സമ്പ്രദായമാണ്. അങ്ങനെയാണ് വരേണ്ടത്. അപ്പനും അമ്മയും എല്ലാത്തിനും ആശ്രയിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ, ചെറുക്കനാണെങ്കിൽ, ആ കുടുംബത്തിൽ പ്രശ്നം ഉറപ്പാണ്. എന്തിനും ഉടനെ അപ്പനെ വിളിക്കും, അല്ലെങ്കിൽ അമ്മയെ വിളിക്കും. നിങ്ങൾ എണ്ണി നോക്കിയോ, ആ വീട്ടിലെല്ലാം പ്രശ്നമുണ്ട്. ആണ് ചെയ്താലും ശരി, പെണ്ണ് ചെയ്താലും ശരി. അവർ തനിയെ വിട്ട് പിരിഞ്ഞ് അവർ ഏകദേഹമായി തീരും. അത് സംഭവിച്ചില്ലെങ്കിൽ അത് അബ്നോർമലാണ്. ദൈവിക സംവിധാനം. അപ്പോൾ അത് പല വീടുകളിൽ സംഭവിക്കുന്നില്ല. ചില വീട്ടിൽ അതിനൊക്കെ പിള്ളേരെ വളർത്തിയിട്ടില്ല. പിള്ളേർക്ക് തന്നെത്താൻ ഡെസിഷൻ എടുക്കത്തക്ക പക്വതയിൽ പിള്ളേരെ വളർത്താത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഓവർ പ്രൊട്ടക്ഷൻ അവർ കൊടുത്തു, എല്ലാത്തിനും പോയി ഇടപെടും. ദാറ്റ്സ് ഡേഞ്ചറസ്.
അപ്പം കല്യാണത്തിൽ അപ്പനെ അമ്മയെ വിടണം. ഇപ്പം ഞങ്ങൾ പിള്ളേരെ കെട്ടിച്ചു, 3 പിള്ളേരുണ്ടായിരുന്നു. ചെറുക്കൻ കെട്ടിപ്പോയല്ലോ വിഷമമൊന്നും ഒന്നുമില്ല, കാരണം പെണ്ണിങ്ങോട്ട് വരികയല്ലേ. ആദ്യത്തെ പെണ്ണിനെ കെട്ടിക്കാൻ നേരം വലിയ വിഷമം, കാരണം നമ്മുടെ ഇരിക്കാൻ അങ്ങ് പോവുമല്ലേ, പിന്നെ പെണ്ണ് നമ്മുടെ അല്ലല്ലോ. പക്ഷേ കല്യാണത്തിന് മുമ്പ് മനസ്സെല്ലാം റെഡിയാക്കി, പെണ്ണെന്തായാലും പോവാണ്. അപ്പോൾ പെണ്ണിനെ പറഞ്ഞു വിടാൻ റെഡിയാക്കി മൈൻഡ് തയ്യാറാക്കിയിട്ടാണ് കല്യാണം നടത്തിയത്. അപ്പോൾ അവരുടെ കാര്യം അവർ നോക്കിക്കോളും. പിന്നെ മാതാപിതാക്കൾ ഇടപെടേണ്ട ഒരു എമർജൻസി ഉണ്ടായാൽ ഇടപെടണം. അത് അങ്ങനെ എമർജൻസിയുടെ മധ്യത്തിൽ മാത്രം, അല്ലാത്ത സാഹചര്യത്തിൽ അപ്പനും അമ്മയും ഇടപെടാൻ പാടില്ല. നമ്മുടെ ഈ കുടുംബ പ്രശ്നമുള്ള പലതും അനലൈസ് ചെയ്താൽ ഈ മാതാപിതാക്കളുടെ ഇൻ്റർഫിയറൻസസ് ആണ് പല കുടുംബത്തിലെയും പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണം. അവർ തന്നെ ജീവിക്കാൻ വിട്ടാൽ പല കുടുംബങ്ങളുടെയും പ്രശ്നം തീരും. പല കേസസ് നമുക്കെടുത്ത് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പുസ്തകം പറയുന്ന പ്രമാണമാണിത്. അവർ അപ്പനെ അമ്മയും വിടണം, മാത്രമല്ല അവർ ഏകദേഹമായി തീരും. പലരും വിടും, പക്ഷേ അവരൊന്നിച്ചാവാൻ അവരെ കൊണ്ട് പറ്റില്ല, ഏകദേഹമായി തീരും. അത് വാസ്തവത്തിൽ മിസ്റ്ററിയാണ്. എന്താണ് ഈ ഏകദേഹമായി തീരും എന്ന് പറഞ്ഞാൽ? അവർ 2 മനുഷ്യരല്ലേ. ഇപ്പം നിങ്ങളൊക്കെ കല്യാണം കഴിച്ചു, ഒത്തിരി പേര് കല്യാണം കഴിച്ചവർ, ഞാനും കല്യാണം കഴിച്ചു. ഞങ്ങൾക്ക് 2 ശരീരമുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. പിന്നെന്താണ് ഏകദേഹമായി തീരും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം? ശരിക്കും അങ്ങനെ സംഭവിക്കുമോ? ആണ് ഞാൻ ഇന്നത്തെ ഒരു ശാസ്ത്രമുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ഈ ലോകം ചുറ്റിക്കിടക്കുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് ലോകശാസ്ത്രങ്ങൾ പിടിയുണ്ട്. ഇച്ചിരി വയസ്സൊക്കെ ആയെന്ന് പറഞ്ഞാലും മൈൻഡൊക്കെ ഷാർപ്പാണ്. കല്യാണം കഴിച്ചിട്ട് നീ നിൻ്റെ ഇഷ്ടത്തിന്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്ന് പറയുന്നൊരു കുടുംബജീവിതം ഭദ്രമാണോ? അങ്ങനെയാണോ നിങ്ങളാരെങ്കിലും കല്യാണം കഴിച്ചത്? അല്ലല്ലോ. ഒന്നിച്ച് ജീവിക്കാനല്ലേ കല്യാണം കഴിച്ചു? എല്ലാം ഒന്നിച്ച് ചെയ്യാനല്ലേ കല്യാണം കഴിച്ചു? അല്ലേ? ഒന്നിച്ചിരിക്കണം, ഒന്നിച്ച് തിന്നണം, ഒന്നിച്ച് കിടക്കണം, എല്ലാം ഒന്നിച്ച് ചെയ്യണം. അപ്പം അങ്ങനെ സംവിധാനമാണ് വിവാഹത്തിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഏകദേഹമായി തീരുമെന്ന് പറയുമ്പോൾ അതിന് ചില വേദശാസ്ത്രം പറയും. വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻ? റിയലി മീൻ ചെയ്യുന്ന കാര്യം 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, അതിൻ്റെ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 3-ാം വാക്യം. എന്നാൽ ഏതു പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന്. റൈറ്റ്, ഒരു ഹയറാർക്കി അവിടെ വെച്ചിരിക്കുക. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. അങ്ങനെ സംവിധാനമാണെന്ന്. അപ്പോൾ അത് നമ്മൾ വാസ്തവത്തിലൊന്ന് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യണം. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? അർത്ഥം തലേന്നല്ലേ പറഞ്ഞേ? തലേന്ന് പറഞ്ഞ ഈ സാധനമല്ലേ അല്ലേ? നമുക്കല്ല തലയില്ലേ? റൈറ്റ്. തലേന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ബ്രെയിനാണ്, അല്ലാതെ ഈ കാണുന്ന മൊത്തം സാധനത്തിനല്ല ഈ തലേന്ന് പറയുന്നത്, ബ്രെയിൻ. നമ്മുടെ ശരീരത്തിൽ ഉദാഹരണം എടുത്ത് പറയുകയാണ്. പുരുഷൻ ബ്രെയിൻ, ഇപ്പം സ്ത്രീ ഉടൽ. പുരുഷൻ ബ്രെയിനാണെങ്കിൽ സ്ത്രീ ഉടലാണ്. ഈ സിസ്റ്റം നോക്കൂ. നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ? മനസ്സിലായില്ലായിരിക്കും. അവയവങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ നിന്ന് സംസാരിക്കാം. അത് സഭയെക്കുറിച്ച് പറയുന്ന ഉദാഹരണമാണ്, പക്ഷേ ഉദാഹരണം ഇതാണ്. ശരീരം, ഈ ശരീരത്തിൽ ബലം കൂടിയ അവയവങ്ങളുണ്ട്, ബലം കുറഞ്ഞ അവയവങ്ങളുണ്ട്, മാനം കൂടിയ അവയവങ്ങളുണ്ട്, മാനം കുറഞ്ഞ അവയവങ്ങളുണ്ട്. പക്ഷേ ഇവ തമ്മിൽ എന്തെങ്കിലും തമ്മിൽ പിണങ്ങിയിരുന്നിട്ടുണ്ടോ?
ഈ ശരീരത്തിലെ തമ്മിൽ പിണങ്ങിയിരുത്തിട്ടുണ്ടോ? കൊരിന്ത്യലേഖനം നല്ലപോലെ പറയുന്നുണ്ട്. അപ്പോൾ മാനം കൂടിയ അവയവം മാനം കുറഞ്ഞ നിന്നെ കൊള്ളില്ല, വൃത്തികെട്ട് കൊള്ളില്ല എന്ന് പറയുന്നവരുണ്ടോ? മനസ്സിലായില്ലായിരിക്കാം. മനസ്സിലാകുന്ന ഭാഷയ്ക്ക് പറയാം, ചില പച്ച കളിച്ച് പറയുന്നു, വിഷമം തോന്നരുത്. ഇതിനകത്ത് മൂക്കള പിഴിയുന്നില്ലേ ഇല്ലേ? കൈ കൊണ്ടല്ലേ മൂക്കള പിഴിഞ്ഞ്? നിങ്ങൾ മൂക്കിനോട് പറഞ്ഞേ ഛേ വൃത്തിയായിട്ട് നിന്നെ പൊടില്ല എന്ന് പറഞ്ഞോ ഇതുവരെയെങ്കിലും? അല്ല പോട്ടെന്നേ കക്കൂസി പോയില്ലേ? നമ്മൾ തന്നെ നമ്മളെ തുടച്ച് വൃത്തിയാക്കിയില്ലേ ഇല്ലേ? എന്നാൽ നിങ്ങളുടെ ഈ വിസർജ്യത്തിനുള്ള അവയവങ്ങളോട് ഛേ വൃത്തിയായിട്ടത് കൊള്ളില്ല നാറും നിന്നെ എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതിനകത്തൊരു പെർഫെക്റ്റ് ഹാർമണി ഇല്ലേ? ഇല്ലേ? അതേ അനുഭവം കുടുംബത്തിൽ വേണം. വേഴ്സ് 25. ഈ ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം കരുതേണ്ടതിന് മാനം കുറഞ്ഞതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നാണ് 25-ാം വാക്യം. 1 Corinthians 12:25. നിങ്ങൾ ഈ സിസ്റ്റം തന്നെ പരിശോധിച്ച് നോക്കൂ. ദൈവവചനം പറയുന്നത് നേരെ ചൊവ്വേ ചിലത് വിവേചിച്ച് നോക്കണം. ഈ ശരീരത്തിൻ്റെ സമ്പ്രദായം നോക്കൂ. ഇപ്പറയുന്ന അവയവങ്ങൾ പലതുമാണ് മനുഷ്യൻ്റെ, നമ്മൾ പേര് പോലും പറയാത്ത അവയവങ്ങളാണ് ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അട്രാക്റ്റീവും മനുഷ്യൻ കൊതിക്കുന്നതും. ദൈവം ഉണ്ടാക്കി വെച്ച സമ്പ്രദായം. അപ്പം കുടുംബജീവിതത്തിൽ ഈ ശരീരത്തിലെ യോജിപ്പ് വേണമെന്ന്, അതാണ് അതിൻ്റെ അർത്ഥം. തലയല്ലേ എല്ലാത്തെയും നിയന്ത്രിക്കുന്നത്? തലച്ചോറല്ലേ നിയന്ത്രിക്കുന്നത്? ശരീര അവയവങ്ങൾ ഇന്നു വരെ പറഞ്ഞിട്ടുണ്ടോ ഇയാൾ തന്നെ അങ്ങോട്ട് ഭരിക്കണ്ട, ഞാൻ കുറച്ചാൾ അങ്ങോട്ട് ഭരിച്ചോളാം, ഇയാൾ കുറച്ചാൾ അടങ്ങി അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞൊരു സ്ഥിതി ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നും തലയല്ലേ ഭരിച്ചത് എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്കൊരു ഗമ തോന്നും. ആണാണ് തല, ഞാനാണ് പുരുഷൻ, ഞാനാണ് മാപ്പിള, ഇതിന് മലയാളത്തിൽ എന്ന് പറയുന്നൊരു ഗമ തോന്നും. വെയിറ്റ് എ മിനിറ്റ്, നിങ്ങളിരിക്കുന്ന ഇതിനകത്തല്ലേ, ഈ തലച്ചോറ് ഇതിനകത്തല്ലേ ഇരിക്കുന്നത്? ഈ പുള്ളിക്ക് വല്ലതും വിവരം കിട്ടണമെങ്കിൽ ഈ ശരീരം പറഞ്ഞു കൊടുക്കാതെ വിവരം കിട്ടുമോ? കിട്ടോ? ആരോ വരുന്നു എന്ന് ആര് പറഞ്ഞു കൊടുക്കണം? കണ്ണു പറഞ്ഞു കൊടുക്കണം. ആരോ ഒരുത്തൻ എന്തോ പറയുന്നു, എന്ത് പറയുന്നു എന്നുള്ളത് ഈ ചെവി പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലേ? ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലേ നമ്മൾ പരിസരത്തെ അറിയുന്നത്? അല്ലാതെ ഈ തലച്ചോറിന് വല്ലതും വിവരം അറിയാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അപ്പം അതിനകത്ത് എന്താ സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി ഈ ശരീരത്തിലുണ്ടോ? ഇല്ലല്ലോ. റോൾസ് വ്യത്യാസമാണെന്നല്ലേ ഉള്ളൂ. പക്ഷേ അത് സുപ്പീരിയോറിറ്റി ഇല്ല, ഇൻഫീരിയോറിറ്റി ഇല്ല, ഞാനാ കൂടിയത് എന്ന് പറയുന്നൊരു സംവിധാനം അതിനകത്ത് ഇല്ല. അല്ല, ഈ സിസ്റ്റം തന്നെ നമ്മളെ നോക്കുന്നേ. ഞാൻ ഈ പറഞ്ഞ സംവിധാനം തന്നെ നോക്കും. നിങ്ങൾ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ ആണ് വർത്തമാനം പറയുമോ വേഗത്തിൽ, പെണ്ണ് വർത്തമാനം പറയുമോ വേഗത്തിൽ? നിങ്ങൾക്കറിയാത്ത പോലെ ആർക്കായിരിക്കും വർത്തമാനം പറയാൻ സ്പീഡ്? പെണ്ണിനായിരിക്കും. കൂടുതൽ വർത്തമാനം പറയുന്നത് പെണ്ണായിരിക്കും. അപ്പം അത് തന്നെ പറയുന്നതിൻ്റെ അർത്ഥം പെണ്ണിന് വർത്തമാനം പറയാൻ ദൈവം കഴിവ് കൊടുത്തിരിക്കുന്നു എന്നല്ലേ? അപ്പോൾ വീട്ടിൽ സ്ത്രീക്ക് അതിൻ്റെ സ്ഥാനമില്ലേ? സ്ത്രീ കാര്യം പറയണ്ടേ? നിനക്കെന്തറിയാം എന്ന് ചോദിച്ചാൽ യു ആർ ഇൻസൾട്ടിങ്. നിങ്ങൾക്ക് തലയുള്ളതുപോലെ പെണ്ണിനും തലയുണ്ട്, നിങ്ങൾക്ക് ബുദ്ധി ഉള്ളതുപോലെ പെണ്ണിനും ബുദ്ധിയുണ്ട്. കുറേ വിവരക്കേട് അവിടെ കാണും എന്നിരിക്കലും അതാണില്ലേ വിവരക്കേട്. അപ്പം വാസ്തവത്തിൽ ഇതിനകത്തൊരു മേൽക്കോയ്മയുടെ ഒരു സ്ഥിതി അല്ല ഇതിനകത്തുള്ളത്. അങ്ങനെ ധരിക്കരുത്. ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളെ കീഴടക്കി അവരെ അംഗീകരിക്കാതെ ആധിപത്യം നടത്തുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ നടന്നു. ഇന്നത്തെ കാലത്ത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വെറുതെ വഴക്കുണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ.
വേദപുസ്തകം പറയുന്ന തനി ക്രമത്തിൽ പോയാൽ പ്രശ്നമില്ല, ഇല്ലേ? അല്ല, ഞാൻ വേറെ ഒന്നുകൂടെ പറയാം. പെണ്ണിനറിയാം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷനാ ഭരണമെന്ന്. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന എന്തോ ഒരു വിഷമത്തോടെന്നറിയാം. ദൈവമേ, നാളെ തൊട്ട് അങ്ങേരുടെ അടിമയായിട്ട് ഞാൻ ജീവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചാണോ വല്ലതും പെണ്ണ് കല്യാണത്തിന് പോകുന്നേ? അല്ലല്ലോ, കല്യാണത്തിന് പോകുന്ന നല്ല ഗമയ്ക്കല്ലേ, ഭർത്താവിനെ കിട്ടുന്നു എന്നുള്ള ഗമയ്ക്കല്ലേ പോകുന്നത്. സീ ദാറ്റ്. പക്ഷെ ബന്ധം ഇതായിരിക്കണം, തലയും അവയവങ്ങളും തമ്മിലുള്ള ബന്ധമായിരിക്കണം. അല്ലാതെ ആധിപത്യം ചെലുതി അടിച്ചമർത്താനും തല്ലാനും മെഴുതു വയ്ക്കാനും ഒക്കെ തുടങ്ങിയാൽ അവിടെയാണ് കുടുംബ തകർച്ചകൾ ലോകത്തിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് നല്ല പോലെ ആളുകൾ മനസ്സിലാക്കണം. അതിനകത്താണ് അവരുടെ റോള് വരുന്നത്. അപ്പം ആ റോൾ ശരിക്കും മനസ്സിലാക്കിയാൽ, ആ റോളിൽ നിന്നാൽ ഒരു പ്രശ്നമില്ല. സി, അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണ് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. പോകുന്ന വഴി ശ്രദ്ധിക്കണം, വണ്ടിയെ പോവുകയാണെങ്കിൽ എവിടെ ഇറങ്ങണമെന്ന് ശ്രദ്ധിക്കണം, ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് പോകണം. ഇന്ന് പിന്നെ GPS ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നിരിക്കലും എല്ലാം ശ്രദ്ധിച്ച് പോകണം. ആ സ്ഥലത്ത് കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ പോവുകയാണെങ്കിലോ, മിക്ക സ്ത്രീകളും, അപൂർവം ചിലരാണ് പിന്നെ അതിനകത്ത് ഷാർപ്പ് അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കത്തൊക്കെ പറയുന്നത്. അത് വളരെ അപൂർവം ചിലരേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഷീ ഈസ് കംഫർട്ടബിൾ. കല്യാണം കഴിച്ച് എൻ്റെ കാര്യം നോക്കാൻ ഒരാൾ ഉണ്ട്, എന്നെ ശ്രദ്ധിക്കാൻ ഒരാൾ ഉണ്ട്, എന്നെ കരുതാൻ ആളുണ്ട്. ഷീ ഈസ് റിലാക്സ്ഡ്. അതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഈ സംവിധാനം എന്ന് പറയുന്നത്. അത്ര സ്മൂത്തായ, സോഫ്റ്റായ, സ്വീറ്റായ ഒരു സംവിധാനമാണ് വാസ്തവത്തിൽ ദൈവം വിവാഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വെരി 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 സ്വീറ്റ്. പക്ഷേ ഈ പറയുന്ന കാര്യം തിരിച്ചറിയണം. അപ്പം ഞാൻ ഈ പറഞ്ഞത് റോളും കൂടിയാണ്. ഓരോരുത്തർക്ക് അവരവരുടെ റോളാണ്. സ്ത്രീക്ക് ശരീരത്തിൻ്റെ റോള്, പുരുഷന് തലയുടെ റോള്. പക്ഷേ പുരുഷനറിയണം അയാൾക്ക് മേളിലൊരാളുണ്ടെന്നറിയണം. അല്ലാതെ ഒരു സത്യവിശ്വാസി താനാണ് ഭർത്താവെന്നും താനും ഭാര്യയും കൂടെ വിചാരിച്ചാൽ എല്ലാം നടക്കുമെന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം അവരുടെ മേളിൽ ഒരു കർത്താവുണ്ട്, ഒരു തലയുണ്ട്, അത് ക്രിസ്തുവാണ്. സത്യവിശ്വാസയുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അവർ മ്യൂച്വൽ അഗ്രിമെൻറ്റിൽ എന്തും ചെയ്യാൻ പറ്റില്ല. അവരുടെ എഗ്രിമെൻറ്റിനെ മേളിൽ നിന്നൊരു അപ്രൂവൽ വേണം. ആ ക്രിസ്തുവിന് വിധേയപ്പെട്ടുള്ള ജീവിതമാണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മളൊക്കെ തന്നെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. എന്നാൽ എല്ലാം നമ്മുടെ നിൽക്കത്തില്ലല്ലോ. ചില സമയത്ത് കാര്യമെല്ലാം തെറ്റിപ്പോവില്ലേ? ചിലപ്പോൾ ഒരു സുഖേട് കയറി വരില്ലേ? ചികിത്സിച്ചാലും ചിലപ്പോൾ നേരെ ആവാത്ത സമയം ഉണ്ടാവില്ലേ? നമ്മുടെ വിരലമർത്തിയാലെല്ലാം അവിടെ നിൽക്കുമോ? ഇല്ലല്ലോ. നമ്മൾ അറിയാൻ മേലാത്ത ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിൽക്കില്ലല്ലോ. എന്നാൽ ഇതിൻ്റെ തലയായ ക്രിസ്തു എന്തിൻ്റെ മേൽ വിരലമർത്തിയാലും അതുപോലെ നടക്കും. അപ്പം തക്ക തുണയെന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിനെ സമീപിക്കാൻ രണ്ടുപേരും ഒരുപോലെ അറിയാവുന്നവരാണെങ്കിലോ, തക്ക തുണ എന്ന് പറഞ്ഞാൽ ഈ ആളിന് സഹായം വേണം. എല്ലാവർക്കും സഹായം വേണ്ടാത്തവരാരും ഭൂമിയിൽ ഇല്ല. അങ്ങനത്തെ സഹായത്തിന് സംശയം കൂടാതെ ആശ്രയിക്കാൻ പറ്റിയ ആരാണ് ഭൂമിയിലുള്ളത്? എപ്പോഴും ആശ്രയിക്കാൻ പറ്റിയ ആരാണ് ഭൂമിയിലുള്ളത്? ഓഫ് കോഴ്സ് നിങ്ങളുടെ മാതാപിതാക്കളെ വിശ്വസിക്കാം. ആരും മാതാപിതാക്കളെ സംശയിക്കേണ്ട കാര്യം ഇല്ല, ബഹുഭൂരിപക്ഷം. പിന്നെ വെറും കൊള്ളരുതാത്ത മാതാപിതാക്കളെല്ലാം ഉണ്ടെങ്കിൽ അത് വേറെ എക്സെപ്ഷണൽ കേസാണ്. സാധാരണ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, മക്കളെ സ്നേഹിക്കുന്നവരാണ്. എന്തു വന്നാലും മക്കളെ സ്നേഹിക്കുന്നവരാണ് സാധാരണ മാതാപിതാക്കൾ. അവരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം.
പക്ഷേ അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങളിപ്പോൾ ഇവിടെ അല്ലേ? മാതാപിതാക്കൾ കൂടെ ഇല്ലല്ലോ. തന്നെയല്ലേ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ പല മക്കളുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെ മാതാപിതാക്കൾ പോകാൻ പറ്റുമോ? അല്ല, ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ കൂടെ താമസിപ്പിക്കണ്ടല്ലോ. നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ട്, നല്ല സഹോദരങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാലും ബാക്കിയുള്ളവരെക്കാൾ വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് കൂടുതലുണ്ടായാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? മനസ്സിലാവാത്ത പോലെ അവരെല്ലാവരെക്കാളും നിങ്ങൾക്കൊരു എക്സെപ്ഷണൽ ഉയർച്ചയുണ്ടായി. അവർക്ക് ഇഷ്ടമായിരിക്കുമോ? ആയിരിക്കില്ല. കാരണം നിങ്ങളുടെ ഉയർച്ചയുടെ ഭാഗം അവർക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ഉയർച്ചയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. അവർക്ക് കൊടുത്തോ ഇങ്ങോട്ട്? ഇല്ലല്ലോ. എത്രയോ സഹോദരങ്ങൾ മറ്റുള്ളവരുടെ കാശ് പിടുങ്ങിയിട്ടുണ്ട്. അവനുണ്ട്, ഇങ്ങോട്ട് തരട്ടെ. പിടിച്ചെടുക്കുന്നവരില്ലേ? കളിപ്പിക്കുന്നവരില്ലേ? വസ്തു വിൽക്കാൻ ഏൽപ്പിച്ചാൽ തട്ടിപ്പ് നടത്തുന്നവരില്ലേ? വീട് വെക്കാൻ ഏൽപ്പിച്ചാൽ പണം തട്ടിക്കുന്നവരില്ലേ? സ്വന്തം സഹോദരങ്ങൾ ഇല്ലേ? ധാരാളമില്ലേ? ബാക്കി എവിടെ അസൂയുണ്ട്? കൂട്ടുകാരെ എല്ലാം കണ്ണുടച്ച് വിശ്വസിക്കാമോ? വിശ്വസിച്ചാൽ നിങ്ങൾ പെട്ടു. അതേസമയം സ്വന്തം ഭാര്യയെ, സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കണം. കല്യാണം കഴിച്ചതിൻ്റെ അന്ന് താക്കോല് പെണ്ണിൻ്റെ പോയില്ലയോ? അപ്പൻ്റെ കയ്യിലും കൊടുത്തില്ല, അമ്മയുടെ കയ്യിലും കൊടുത്തില്ല, ആരുടെയും കൈ കൊടുത്തില്ല. കല്യാണം കഴിച്ച പെണ്ണിൻ്റെ പോയി. എന്നാൽ ഈ പെണ്ണ് കൊള്ളാമോ? ഒരു മാസം നമുക്കൊന്ന് ട്രയൽ നോക്കി ഒന്ന് വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് അവളെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ ആണുങ്ങൾ അപൂർവം വല്ലവരും കണ്ടേക്കാം. അതായത് പേഴ്സണാലിറ്റി പ്രശ്നമുള്ളത് കൊണ്ടാണ്. അപ്പം നോർമൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യണം. കാരണം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു, ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. തമ്മിൽ ചതിക്കില്ല. ഒരസുഖം വന്നാൽ എന്നും കൂടെ നിൽക്കാൻ ഭാര്യയല്ലാതെ ഭർത്താവല്ലാതെ വേറെ ആരുണ്ട്? ബാക്കി വീട്ടുകാരെല്ലാം വന്നു വെച്ചാൽ എനിക്കും മാപ്പിളയുണ്ടെന്ന് പറയും സഹോദരങ്ങൾ, അല്ലെ എനിക്കും കുടുംബമുണ്ടെന്ന് പറയും. അവരവരുടെ വഴിക്ക് പോകും, പോയേ ഒക്കുള്ളവർക്ക്. അതേസമയം ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് ഈ കഷ്ടത്തിൻ്റെ കാലം മുഴുവൻ കൂടെ നിൽക്കുന്നതല്ലേ വിവാഹബന്ധം? അല്ലേ? ചിലപ്പോൾ അപമാനത്തിൻ്റെ കാലം ഉണ്ടാവാം. കുഴപ്പം കാണിച്ചിട്ടാവണമെന്നില്ല. ഇനി കുഴപ്പം കാണിച്ച അപമാനത്തിലായവരുമുണ്ട്. എന്നാലും തൻ്റെ ഭർത്താവോ ഭാര്യയോ കൂടെ നിൽക്കും. സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന രംഗങ്ങൾ പലർക്കും ഉണ്ടായിട്ടില്ലേ? അന്നേരവും കൂടെ നിന്നില്ലേ? അതിന് വേറെ ആരെ കിട്ടും? വേറെ ആരുമില്ല. ഉയർച്ചയുണ്ടായാൽ, ഭർത്താവിന് ഉയർച്ചയുണ്ടായാൽ ആ ഉയർച്ചയുടെ അന്തസ്സ് ഭാര്യയ്ക്കില്ലേ? ഭാര്യയ്ക്ക് ഉയർച്ചയുണ്ടായാൽ അതിൻ്റെ അന്തസ്സ് ഭർത്താവിനില്ലേ? ഇപ്പോൾ ഒരു ഭാര്യ ഒരു കോൺഗ്രസ്മാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, അങ്ങനെ പോയാൽ അതിൻ്റെ ഉയർച്ച ഭർത്താവിനില്ലേ? ഇല്ലേ? അതേസമയത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടാവും ഉയർച്ച? അത് ഷെയർ ചെയ്യുന്നത് ഒരേ ഒരു സ്ഥാനം ഭാര്യയും ഭർത്താവും തമ്മിലാണ്. അപ്പോൾ ആ ഏകദേഹം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവിശ്വസിക്കാതെ വിശ്വസിക്കാൻ പറ്റിയ മണ്ഡലമാണ് വിവാഹബന്ധം. അത് ചെയ്യണം. അത് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുടുംബജീവിതത്തിൻ്റെ അർത്ഥം അറിയില്ല. നിങ്ങളുടെ കുടുംബജീവിതം ഇൻറ്റിമേറ്റ് അല്ല. നിങ്ങളിന്നും അടുത്തിട്ടില്ല. നിങ്ങളിന്നും രണ്ടായി ജീവിക്കുന്നതല്ല കുടുംബജീവിതം. എല്ലാം ഒന്നായിത്തീരുന്നതല്ലേ സന്തോഷം? അതല്ലേ സമാധാനം? അതല്ലേ സുഖം? ആത്മജീവിതം പറയുന്നു. ഈ ആത്മീയ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാവാം. ഇപ്പോൾ ചിലപ്പോൾ ഈ പിശാചിൻ്റെ ഉപദ്രവങ്ങൾ കാര്യമായിട്ട് വന്നു എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ
ചിലപ്പോൾ ചില സ്വപ്നം കാണും, ഭയങ്കര തടസ്സമുണ്ടാകും, പ്രശ്നമുണ്ടാകുന്ന സ്വപ്നം കാണും. അന്നേരം കൂടെ പ്രാർത്ഥിക്കാൻ ഏത് സമയമാണെങ്കിലും കൂടെ ഉള്ളത് ഭർത്താവിന് തൻ്റെ ഭാര്യയും ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവുമാണ്. രണ്ടുപേരും കൂടെ ആത്മാവിൽ പ്രാർത്ഥിച്ചോ ജയം ഉറപ്പാണ്. വേറെ ആരെയും അതുപോലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനക്കാർ കാണും, പക്ഷെ അവരിതുപോലെ ഈ ഇൻറ്റൻസിറ്റിയിൽ പ്രാർത്ഥിക്കില്ല, ഈ വേദനയിൽ അവർ പ്രാർത്ഥിക്കില്ല. എന്ന് ചുരുക്കി പറഞ്ഞാൽ, ദിസ് ഈസ് എ മോസ്റ്റ് ബ്ലെസ്ഡ് ഗ്ലോറിയസ് ലൈഫ്, കുടുംബജീവിതം. ദൈവം വെച്ച ക്രമം ഇതാണ്. അല്പകാര്യം പറഞ്ഞ് നമുക്ക് നിർത്താൻ നേരമായി. അതുകൊണ്ട് നമുക്ക് നാളെ ഒരല്പകാര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നാളെ ഒന്ന് പറയാൻ നേരം എടുക്കാം. നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് പാസ്വേഡ് പറഞ്ഞാൽ മതി. വിൽ ട്രൈ ടു അഡ്രസ് ഇറ്റ് ടുമോറോ. ഹാൻഡിൽ ചെയ്യേണ്ട ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ലെസൺസ് ഉണ്ട്. എന്നാൽ ഇഫ് ദർ ഇസ് സംതിങ് ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ, ഐ മീൻ കുടുംബജീവിതത്തെക്കുറിച്ച്, ലെറ്റ് ദ പാസ്റ്റ് നോ. നിങ്ങൾക്ക് എൻ്റെ നമ്പർ അറിയില്ല, അതുകൊണ്ട് യു ക്യാൻ കോൺടാക്ട് ദ പാസ്റ്റ് ആൻഡ് വി വിൽ ട്രൈ ടു അഡ്രസ് ഇറ്റ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ തീർത്ത് പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബജീവിതമാണ്. അത്രയും പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഇല്ല. നിങ്ങളുടെ സഭയിലെ മെമ്പർഷിപ്പ് ഇത്രയും പ്രധാനപ്പെട്ടത് അല്ല. സഭ പ്രധാനമല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത്രയും പ്രധാനം അല്ല. നമുക്ക് ഒരു സഭയില്ലെങ്കിൽ വേറൊരു സഭയിൽ പോവാം, പക്ഷെ കുടുംബജീവിതം അങ്ങനെയല്ലല്ലോ. അപ്പോൾ വചനം പറയുന്ന ഈ പ്രിൻസിപ്പിൾസ്, വേറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിച്ചാൽ ഹൗ സ്വീറ്റ് ഇറ്റ് ഈസ്, ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്. ആമേൻ. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 50ാമത്തെ വർഷമാണ്. 50 years കഴിഞ്ഞില്ല, റണ്ണിങ് ദ 50 years. ഒരുപാട് സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചു, ഒരുപാട് സാഹചര്യം, ഒന്നും പറയണ്ട, സോ മെനി. പക്ഷെ എല്ലായിടത്തും നിന്നു, എല്ലായിടത്തും ജയിച്ചു. കാരണം എൻ്റെ കൂടെ നിൽക്കാൻ അങ്ങനെ ഒരാളെ ദൈവം തന്നു. ദാറ്റ് ഈസ് ഗോഡ്സ് ചോയ്സ്. കൂടെ നിന്നു. ഞങ്ങളുടെ ഒത്തിരി കാലം കൊണ്ട് ഒന്നിച്ചാണ് സഞ്ചരിക്കുന്നത് പോലും. തനിയെ ഞാൻ എങ്ങും പോകാറില്ല. കാരണം പോകുന്ന സ്ഥലത്തുള്ള ഈ ആത്മീയ കാര്യങ്ങൾക്ക് എനിക്ക് കൂട്ട് വേണം, പ്രാർത്ഥിക്കും കൂടെ ആൾ വേണം. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. ചിലപ്പോൾ ഓരോ ദിവസവും രാത്രി യുദ്ധം ഉണ്ടാവും, ഇന്നലെ ഉണ്ടായി. പക്ഷെ അപ്പോൾ ആൾ വേണ്ടേ കൂടെ? There is no such glorious thing like a family life. Nothing in the world. ദൈവം ഉണ്ടാക്കിയ most important and most glorious institution is family. So these are some of the Bible principles. Follow them. Come back tomorrow. We will talk more about it. And ഞാൻ പറഞ്ഞതുപോലെ, you have a question, just send it to the pastor. And let's build our life. Wherever we have a failure, let's build it. God bless you.